ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ. ഒപ്പം ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാറിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങളിൽ കുറേ പേരെങ്കിലും ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. എബിച്ചേട്ടായി പറഞ്ഞതുപോലെ ഞാൻ ബോബി അച്ഛൻ മണിപ്പൂരിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ 2 ധ്യാന കേന്ദ്രങ്ങൾ അവിടെ ഉയർത്താൻ ദൈവം അനുവദിച്ചു. തുടക്കം മുതൽ ഇപ്പോൾ വരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷം ഞങ്ങൾക്കറിയാവുന്നതുപോലെ ഏകദേശം 3800ഓളം വീടുകളാണ് കത്തിക്കപ്പെട്ടത്. 348 ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. 585 കത്തോലിക്ക വീടുകളാണ് അഗ്നിക്കിരയാക്കപ്പെട്ടത്. മറ്റുള്ളതെല്ലാം നോൺ കാത്തലിക്, അതായത് ബപ്റ്റിസ്റ്റും റിവൈവൽസുമൊക്കെയായ അനേകം പേരുടെ വീടുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാം കഴിഞ്ഞ 1 വർഷമായിട്ട് കടന്നു പോകുന്ന വേദനകളോടും അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളോടും ഒക്കെ തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമുക്കുള്ളതെല്ലാം വലിയ ലക്ഷറിയാണ് എന്ന് നമ്മൾ അറിയും. The life which we have is a dream of millions. ഭവനമില്ലാത്തവരുടെ വേദന, റിലീഫ് ക്യാമ്പുകളിൽ ഇപ്പോഴും കിടക്കുന്ന 1-2 ടോയ്ലറ്റ്സിൽ 100-200-ലധികം പേര് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏറെ യുവജനങ്ങളും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഒക്കെ കഴിയുന്നതിൻ്റെ വേദനകളുണ്ട്. പക്ഷേ അതിൻ്റെയും മധ്യത്തിൽ ദൈവം ഒരു കൃപ കൊടുക്കുന്നുണ്ട്. അവർക്ക് സന്തോഷത്തോടെ ഇരുപ്പാനും സ്തുതിഗീതങ്ങൾ ആലപിക്കാനും ഒക്കെ ദൈവം അനേകരെ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ കൊച്ചു സങ്കടങ്ങൾ, പ്രതിസന്ധികൾ നമ്മളെ നിരാശപ്പെടുത്തരുത്. ഹല്ലേലൂയ. ലോകമെമ്പാടും വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന അനേകരുണ്ടെന്ന് നമ്മൾ അറിയണം. വചനം പറയുന്നത് പോലെ വിശ്വാസത്തിനെതിരായ ഈ സമരത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ലല്ലോ. ഇത്രയൊക്കെയല്ലേ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് സഹനങ്ങളിൽ, പ്രതിസന്ധികളിൽ നഷ്ടധൈര്യരാകരുത്, സമാധാനം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ എന്നാണ്. ഹല്ലേലൂയ. ഇതിൽ ഈ നീതി എന്താണ് എന്നുള്ളത് മറ്റു പലർക്കും പ്രത്യേകമായിട്ട് ചിലപ്പോൾ നമുക്ക്, കാരണം മലയാളത്തിൽ നീതി എന്നുള്ള ട്രാൻസ്ലേഷൻ അതത്ര ചേർന്നതല്ല. ഇംഗ്ലീഷിലെ ജസ്റ്റിസാണ് മലയാളത്തിൽ നീതി. പക്ഷേ ഇവിടെ റൈച്വസ്നെസ് ആണ് വിഷയം. റൈച്വസ്നെസ്സിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ല. ഹല്ലേലൂയ. അതിനെ നീതി എന്നങ്ങ് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. അതിനേക്കാളെല്ലാം വലിയൊരു സംഭവമാണ്. അതെന്താണെന്ന് കുറച്ച് സമയം കൊണ്ട് പഠിപ്പിക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ ചിലപ്പോൾ സാധിക്കുമെങ്കിൽ രാത്രി ജാഗരണത്തിൽ നൈറ്റ് വിജിലിൻ്റെ സമയം കിട്ടിയാൽ പഠിപ്പിക്കാം. Righteousness, peace and joy in the Holy Spirit. That is the kingdom of God. Hallelujah. Hallelujah. റോമാലേഖനത്തിലെ 14-17 ഏത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണം.
ഇതാണ് നമ്മുടെ വിളി, ദൈവരാജ്യം. നമ്മുടെ സ്വപ്നം ദൈവരാജ്യം, നമ്മളുടെ ചിന്തകളിൽ ദൈവരാജ്യം, തീരുമാനങ്ങളിൽ ദൈവരാജ്യം. ഹല്ലേലൂയ. യാത്രകളിൽ ദൈവരാജ്യം, സമ്പത്ത് ദൈവരാജ്യത്തിന്, മക്കൾ ദൈവരാജ്യത്തിന്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. അവൻ്റെ സ്വപ്നങ്ങൾ നമ്മളുടേതാകണം. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം നിറവേറണം. ഇതാണ് ആധ്യാത്മികത. ഒന്നാമതായി ആദ്യം പ്രയോറിറ്റി, ഫസ്റ്റ് കിങ്ഡം ഓഫ് ഗാഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും, പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കു ലഭിക്കും. എവിടെ എഴുതിയിരിക്കുന്നത്? താഴെ സുവിശേഷം ഏതാണ്? 6:33. മറക്കരുത്, 6:33. മാത്യു 6:33. പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കിട്ടും. എഴുതപ്പെട്ട വചനം പൂർത്തിയാകാതെ പോകില്ല. കാരണം സ്വർഗത്തിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിലെ 119 വായിക്കുന്നത്. ഫോർ എവർ ഓ ലോർഡ് യുവർ വേർഡ് ഈസ് ഫേംലി ഫിക്സ്ഡ് ഇൻ ഹെവൻ എന്നാണ്. എന്നേക്കുമായി സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, ഫിക്സ് ചെയ്തിരിക്കുന്നു. അത് മാറ്റാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അതിനെതിരായിട്ട് പോകില്ല, കാരണം സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഗോഡ് ക്യാൻ നെവർ ഗോ എഗൻസ്റ്റ് ദ റിട്ടൺ വേർഡ്. എഴുതപ്പെട്ടത് പൂർത്തിയാകുക തന്നെ ചെയ്യും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പറഞ്ഞേ ഹല്ലേലൂയ. ഏത് സുപ്രീം കോടതി മാറ്റാൻ നോക്കിയാലും ഇത് മാറത്തില്ല. എഴുതപ്പെട്ടത് പൂർത്തിയാകുക തന്നെ ചെയ്യും. തിന്മയാണെന്ന് ദൈവം പ്രഖ്യാപിച്ച് തിന്മ തന്നെ. 10,000 ഒന്നിച്ച് പറയുകയാണ് തിന്മയല്ല എന്ന് പറഞ്ഞാൽ അത് മാറത്തില്ല. തിന്മ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം ചേർത്ത് തരും. ഇന്ന് പലതും ചേർത്ത് തരപ്പെടാത്തതിൻ്റെ കാരണം ദൈവരാജ്യം ഒന്നാമതായിട്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ തീർച്ച. ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കിട്ടും. ഫസ്റ്റ് കിങ്ഡം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിക്കണമെങ്കിൽ ദൈവരാജ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവരാജ്യം അത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമല്ല, അത് സ്വർഗരാജ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അപ്പോൾ ദൈവരാജ്യവും അത് നിങ്ങളുടെ ഇടയിലാണ്, ഈശോ പറഞ്ഞു. അപ്പോൾ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് എമിഡ്സ്റ്റ് യു, നിങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ അതെന്താണ്? റോമ 14:17 അതിൻ്റെ ഏറ്റവും വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടിയ ഡെഫിനിഷൻ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ വഴിയാണ് തരുന്നത്. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. അങ്ങനെയാണ് പറയുന്നത്. ഭക്ഷണവും പാനീയവുമല്ല. ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയാണ് നമ്മുടെ നെട്ടോട്ടമല്ല, അപ്പോഴത്തിനു വേണ്ടിയാണ്. ഡെയിലി ബ്രെഡാണ് നമ്മളുടെ കാര്യം. അതുകൊണ്ടാണല്ലോ നമ്മുടെ അധ്വാനം. പൈസ വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. പറഞ്ഞേ, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും. പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്രേ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്രേ. അപ്പോൾ എന്തൊക്കെയാണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. റൈച്വസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. റൈച്വസ്നസ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ റൈച്വസ്നെസ്സിനെ ബൈബിളിൽ മലയാളത്തിൽ നീതി എന്ന് വച്ചിരിക്കുന്നു. പക്ഷേ അത് അച്ഛൻ പറഞ്ഞതുപോലെ പൂർണ്ണമല്ല. പക്ഷേ അച്ഛൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കും. അതിന് ഇച്ചിരി സമയം കൂടുതൽ വേണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പോകുന്നില്ല.
നീതി മാറ്റിവെച്ചിട്ട് സമാധാനവും സന്തോഷവും. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതുപോലെ സമാധാനം, സമാധാനം സന്തോഷം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ലോകത്തിലേക്ക് വന്നത് നമുക്ക് സമാധാനം തരുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വചനം പറയുവാണ്, ഐ ഹാവ് കം ഇൻ ടു ദിസ് വേൾഡ് ദാറ്റ് ഇൻ മീ യു ഷുഡ് ഫൈൻഡ് പീസ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. വീണ്ടും വീണ്ടും കരുത വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുവാണ്, ഐ ഗീവ് യു പീസ്, മൈ പീസ് ഐ ഗീവ് ടു യു. അങ്ങനെയാണ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ശിഷ്യരെ അയച്ചപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞേൽപ്പിച്ചു, ഏത് കുടുംബത്തിൽ ചെന്നാലും ഏത് ഭവനത്തിൽ കയറി ചെന്നാലും ആദ്യം എന്ത് പറയണം? സമാധാനം കൊടുക്കണം. യു ഷുഡ് ഗീവ് പീസ്. പറഞ്ഞേ ഹല്ലേലൂയ. യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് പീസ്. യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് പീസ്. അതുകൊണ്ടാണ് ലൂക്കായുടെ 10-ാം അധ്യായത്തിലും മത്തായിയുടെ 10-ാം അധ്യായത്തിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ 10:5-6, മത്തായിയുടെ 10:12 വാക്യത്തിൽ, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആദ്യം പീസ് കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് സമാധാനം തരുന്ന ദൈവമാണ്. ദൈവം സമാധാനം തരുന്നു. സങ്കീർത്തനം 85 8-ാമത്തെ വാക്യമാണിത്. ഒന്ന് വായിക്കാമോ? ആർക്കെങ്കിലും വായിക്കാമോ? 85:8. സങ്കീർത്തനം 85:8. ആ അതെ, മതി ഒരു വാക്യം പറഞ്ഞുള്ളൂ. 8-ാമത്തെ വാക്യം, കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവൻ എന്താണ് അരുൾ ചെയ്യുന്നത്? ഞാൻ കേൾക്കും. അവൻ എന്താണ് അരുൾ ചെയ്യുന്നത്? അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളുന്നു. സമാധാനം. ഐ ഷാൽ ലിസൺ ടു ഹിം. വാട്ട് ഡസ് ഹി സ്പീക്ക്? ഹി സ്പീക്സ് പീസ് ടു ഹിസ് പീപ്പിൾ. അവൻ തൻ്റെ ജനത്തോട് പറയുന്നത് സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എത്രയോ തവണയാണ് പറയുന്നത്, പീസ് ബി വിത്ത് യു, പീസ് ബി വിത്ത് യു. ആരാണ് ഈ പീസ്? ആരാണ് പീസ്? ഹീ ഈസ് അവർ പീസ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹിസ് നെയിം ഈസ് പീസ്. ഹീ ഈസ് അവർ പീസ്. എഫേഷ്യൻസ് 2:14. പറഞ്ഞേ ഹല്ലേലൂയ. എഫേഷ്യൻസ് 2:14 എന്താണ്? വായിച്ചോ. എഫേഷ്യൻസ് 2:14. എഫേഷ്യൻസ് 2:14. എല്ലാവർക്കും വേണ്ടി വായിക്കുക. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ എന്താണ് ചെയ്തത്? ശത്രുതയുടെ മതിലുകൾ തകർത്തു, ഇരു കൂട്ടരെയും ഒന്നിപ്പിച്ചു. അവനാണ് നമ്മുടെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യനും ദൈവവും തമ്മിൽ ശത്രുതയുടെ വലിയൊരു വാളുണ്ടായിരുന്നു. കാരണം നമ്മൾ പാപം ചെയ്ത് അകന്നുപോയി. അവൻ വന്നിട്ട് ഇരു കൂട്ടരെ ഒരുമിപ്പിച്ചു. ദൈവവുമായി നമ്മളെ രമ്യതപ്പെടുത്തി. അവൻ്റെ പേരാണ് സമാധാനം. ഹീ ഈസ് അവർ പീസ്. ഹീ ഈസ് അവർ പീസ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലോകത്തിലേക്ക് ഈശോയെ വെച്ച് തന്നിട്ട് സ്വർഗം പ്രഘോഷിച്ചു. ലൂക്ക 2:14, 2:14, എഫേഷ്യൻസ് 2:14, ലൂക്ക് 2:14. ലൂക്ക് 2:14 വായിച്ചു. ലൂക്ക് 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നിനക്ക് സന്മനസ്സുണ്ടോ സ്വീകരിക്കണമെങ്കിൽ? എന്ത്? സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവം നൽകുന്നത് സമാധാനമാണ്. പിതാവ് സമാധാനം മക്കൾക്ക് കൊടുക്കുവാണ്.
അപ്പോൾ സ്വർഗത്തിൽ നിന്ന് സമാധാനം ലോകത്തിന് നൽകിയിട്ട് സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമാണ്. ഭൂമിയിൽ ആരെങ്കിലും സമാധാനം സ്വീകരിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. അതാണ് ഈശോ ആണ് നമ്മുടെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ഏശയ്യായുടെ 26-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വായിക്കാവോ? 26:3. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും ദൈവം സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. സംരക്ഷണം സമാധാനത്തിലാണ്. സമാധാനത്തിൻ്റെ തികവിലാണ് സംരക്ഷണം കിട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം വായിച്ചോ. 26:12. ആ, ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പ്രവർത്തികൾ ദൈവമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യം, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്നുള്ളതാണ്. ദൈവമേ നീ ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പീസ് ഓഫ് മൈൻഡ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പീസ്. ഈ പീസ് ദൈവമാണ്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പീസാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. യു ഷുഡ് ഗീവ് പീസ് ടു അതേഴ്സ്. പീസ്. ഇതാണ് ഞാൻ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുവാണ് ഈശോ. എന്നിട്ട് അയക്കുവാണ്. എന്ത് കൊടുക്കാൻ വേണ്ടിയാണ്? പീസ്. പിതാവ് ഈശോനെ അയച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്താണ് പറഞ്ഞേ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ് തരുന്നത്. അപ്പോൾ സമാധാനമായിട്ട്, ലോകത്തിൻ്റെ സമാധാനമായിട്ട് ഈശോനെ അയച്ചു. എന്നിട്ട് ഈശോ നമ്മളോട് പറയുവാണ്. യോഹന്നാൻ 17:17 വായിച്ചു. ഈശോയുടെ പ്രാർത്ഥനയാണ്. യോഹന്നാൻ 17:17. യോഹന്നാൻ 17:17. യോഹന്നാൻ 17. ആ, 17:18 വായിച്ചു. 17:18. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക്. അപ്പോൾ ഈശോ പറയുവാണ്, പിതാവേ അങ്ങനെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മുന്നിരിക്കുന്ന 12 പേർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അവൻ പ്രാർത്ഥിച്ചത്. ഈശോ പറയുന്നുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ഇവരിലൂടെ എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതേ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അന്നവൻ പ്രാർത്ഥിച്ചു. നമ്മൾ ഓരോരുത്തരുമാണ് അപ്പസ്തോലന്മാർ വഴി വിശ്വാസത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി അന്ന് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ എന്താണ്? പിതാവേ അങ്ങനെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു. പിതാവ് പുത്രനെ എന്തായിട്ടാണ് ലോകത്തിലേക്ക് അയച്ചത്? സമാധാനമാണ്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ആ സമാധാനമായിട്ട് നമ്മളെ അയക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 20-21 വായിച്ചു. യോഹന്നാൻ ചാപ്റ്റർ 20 വേഴ്സ് 21. ആരും ഒച്ചത്തി വായിക്കുക. ഒരാൾ ഒച്ചത്തി വായിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കേട്ടോ, നിങ്ങൾക്ക് സമാധാനം. ഈശോ പറയുവാണ് സമാധാനം. ഐ ആം വിത്ത് യു എന്ന് പറയുന്നതാണ്. പീസ് ബി വിത്ത് യു. ഐ ആം വിത്ത് യു. സമാധാനം. എന്നിട്ട് പറയുവാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് എന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് തന്നു, ഞാൻ നിന്നെ അയക്കുന്നു. മൈ മിഷൻ ഈസ് യുവർ മിഷൻ. നോട്ട് ഈവൻ 1 degree ലെസ്. യുവർ മിഷൻ ഈസ് ജീസസ് മിഷൻ. എൻ്റെ മിഷനും നിങ്ങളുടെ മിഷനും ഈശോയുടെ മിഷനാണ്. എന്നെ പിതാവ് അയച്ചതുപോലെ തന്നെ ഞാൻ അയക്കുന്നു. നീ തിരഞ്ഞെടുത്തൊന്നുമല്ല. പിന്നെ ആര് തിരഞ്ഞെടുത്തേ? യോഹന്നാൻ 15:16 വായിച്ചു. 15:16. യോഹന്നാൻ 15:16 എന്താണ്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല,
ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ ആ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കണം. ആ ഫലത്തിൻ്റെ പേരാണ് സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിലനിൽക്കുന്ന സമാധാനം, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സമാധാനം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല നമ്മുടെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ ഈ വചനമെല്ലാം നമുക്ക് തന്നെ. യോഹന്നാൻ 16:32 വായിച്ചേ. 32-33. ആ 33 പറഞ്ഞേ. 33 വായിച്ചു. നിങ്ങൾ എന്നിൽ സമാധാനം, ഇവിടെ 2 സീറ്റുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്തിനാണ് വചനം തരുന്നത്? നമ്മൾ അവനിൽ സമാധാനം കണ്ടെത്തണം. പറഞ്ഞേ ഹല്ലേലൂയ. വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് മീനിങ് ആൻഡ് റീസൺ, അൾട്ടിമേറ്റ് റീസൺ വൈ ഗോഡ് ഗീവ്സ് വേർഡ് ഓഫ് ഗോഡ്? ദാറ്റ് വി ഷുഡ് ഫൈൻഡ് പീസ്. കാരണം വേർഡ് ഓഫ് ഗോഡ് ജീസസ് ആണ്. ജീസസ് പീസാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആ പീസാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാതലായ കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു സ്തംഭം അല്ലെങ്കിൽ പില്ലർ എന്ന് പറയാവുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്, സമാധാനമാണ്. അപ്പോൾ the reason why I give the word is this, that you should find peace in me. Peace in me. ആ പീസിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ തരുന്ന പീസ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൂടെ അടുത്ത കൂടി വായിച്ചോ, കണ്ടിന്യൂ ചെയ്തോ. ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകും. ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടരുത്. ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകും. ആളുകൾ വന്ന് നമ്മളെ ഞെരുക്കും. യുദ്ധം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. വേൾഡ്ലി സമാധാനമല്ല ദൈവം തരുന്ന സമാധാനം. 14:27 യോഹന്നാൻ 14:27 വായിച്ചു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൽ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ചിലരൊക്കെ പറയുമായിരുന്നു, ഇപ്പം മണിപ്പൂരിൽ സമാധാനം ഉണ്ടോ, ഇപ്പം പീസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ബ്ലഡ് ഷെഡ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആരെയും കൊന്നില്ല. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പാണ് 3 പേര് കൊല്ലപ്പെട്ടത്. അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പീസുണ്ട്. ഒരാഴ്ചയായിട്ട് ആരെയും കൊന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പീസ് ഉണ്ടെന്ന് പറഞ്ഞു ഹല്ലേലൂയ. സോ ഇൻ ദ വേൾഡ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് വാർ, ആബ്സെൻസ് ഓഫ് പ്രോബ്ലം, ആബ്സെൻസ് ഓഫ് ബ്ലഡ് ഷെഡ് ഈസ് പീസ്. പക്ഷേ ഈശോ തരുന്ന സമാധാനം അങ്ങനെയല്ല. ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് പെർസിക്യൂഷൻ, ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് ട്രിബുലേഷൻ. ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകും. പക്ഷേ ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനം ആകരുത് നമ്മുടേത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ കാതൽ. ഹല്ലേലൂയ. ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ സമാധാനം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം മൂഡ് ഓഫ് ഈസ് ദ നോം ഓഫ് ദ ഡേ. മൂഡ് ഓഫ്. പറഞ്ഞേ ഹല്ലേലൂയ. ചെറിയ എന്തെങ്കിലും കാര്യം മതി മൂഡ് ഓഫായി. കുറച്ചാൾ മുമ്പ് ഞാൻ അറിയുന്നൊരു പെങ്കൊച്ച് അവളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ DP ആയിട്ടിട്ടിരിക്കുകയാണ്. ഒരു കറുത്ത വട്ടം, അതിൻ്റെ നടുക്ക് എഴുതിയിരിക്കുകയാണ് മൂഡ് ഓഫ്. അവളുടെ DP അല്ലെങ്കിൽ അവളുടെ പേര് അല്ലെങ്കിൽ നമ്മളുടെ പേരിനോട് ചേർന്നൊരു DP ഉണ്ടാവില്ല, അതാണ്
മൂഡ് ഓഫ് എന്നിട്ടിരിക്കുക. ഞാൻ എന്നെ ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, വാട്ട് ആർ യു ഗോയിങ് ടു പ്രൊക്ലെയിം ടു ദ വേൾഡ്? നീ എന്താ പ്രഘോഷിക്കുന്നത്? അച്ഛൻ ഒന്നും പറയണ്ട, അവിടുത്തുകാരിയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുകയാണ്. I don't want to be moved off, but these people are very, very, എന്നിട്ടൊരു വേർഡ് പറഞ്ഞു, ബാഡ് ടു മീ, സോ ഐ ബിക്കം റിയലി മാഡ്. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവമില്ല, പക്ഷേ ഈ മനുഷ്യരെൻ്റെ പീസെല്ലാം എടുത്ത് കളയുവാണ്. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പം മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് എഴുതിയിട്ടിരിക്കുകയാണ് മൂഡ് ഓഫാണ്. പറഞ്ഞ ഹല്ലേലൂയ. വീട്ടിൽ പിള്ളേർക്കും അല്ലെങ്കിൽ ഭാര്യമാരും മൂഡ് ഓഫ് ആകുന്നുണ്ട്. ഭർത്താക്കന്മാർ ചിലപ്പോൾ മൂഡ് ഓഫ് ആകും, മിണ്ടാതാകും. സമാധാനം നമുക്ക് പെട്ടെന്ന്, അതായത് ഭയങ്കര സ്ട്രെസ്സിലേക്ക് വരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഞെരുക്കങ്ങളുണ്ടല്ലോ, ഏത് ദേശത്താണെങ്കിലും ഞെരുക്കം. നമ്മൾ വിചാരിച്ചു കുവൈറ്റിലൊക്കെ വന്നൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലർ വിചാരിച്ചു ഇവിടുന്ന് പോയി കഴിഞ്ഞ് യു കെയിൽ ചെന്ന് കഴിഞ്ഞ് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം മാറുമെന്ന് പറഞ്ഞ് കുറേ പേര് യു കെക്ക് വന്നു. ഞാൻ കഴിഞ്ഞ 40 ദിവസങ്ങൾ യു കെ പ്രസംഗിച്ച് കഴിഞ്ഞ മാസം. എൻ്റെ ദൈവമേ, അവർ പറയുകയാണ് കുവൈറ്റിന് തിരിച്ചു പോയാൽ മതിയായിരുന്നു. എത്ര പേരാണെന്നറിയാം, എത്ര പേരെ കണ്ടു എന്നറിയാം. കുവൈറ്റിലായിരുന്നപ്പോൾ എന്ത് സമാധാനമായിരുന്നു. അപ്പോൾ പിന്നെ എന്നത്തിന് ഇങ്ങോട്ട് ചോദിച്ചു, അവിടുത്തെ പ്രശ്നം കാരണം അവിടെ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെ സമാധാനം അവിടെ ചെന്നപ്പോഴും ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വീടൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറും, സമാധാനം കിട്ടുമെന്ന് ചുമ്മാ വിചാരിക്കരുത്. സമാധാനം എന്ന് പറയുന്നത് ഈശോയാണ്. സമാധാനമില്ല എന്നൊരാൾ പറയുമ്പം അയാൾ ലോകത്തോട് പറയുവാണ്, എനിക്ക് ഈശോ ഇതുവരെ കിട്ടിയില്ല, എനിക്ക് ഈശോയായിട്ടൊരു ബന്ധമില്ല. ഞാൻ LSS ഒക്കെ 5-6 തവണ കൂടിയിട്ടുണ്ട്, കമാനൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ സമാധാനമില്ല എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞ ഹല്ലേലൂയ. എന്ത് ഭീകരമായ അവസ്ഥയാണെന്നറിയാമോ? നമ്മൾ ഈശോ സമാധാനം നമുക്ക് തന്നിട്ട് പോയിട്ട് നമ്മൾ പറയുകയാണ് സമാധാനമില്ല. അതിനെന്നെ സമാധാനമില്ലാത്തതിന് കാരണം ഒരു രോഗം വന്നാൽ പോകുന്ന സമാധാനം, ജോലി പോയാൽ സമാധാനം പോയി, മക്കൾ പള്ളി പോക്ക് നിർത്തി 2 ദിവസം പള്ളിയിൽ പോയില്ല, സമാധാനമില്ല, കെട്ടിയോനൊന്ന് കുടിച്ചു വന്നു, എൻ്റെ ദൈവമേ, കെട്ടിയോക്ക് പൂസായിട്ട് തെറി വിളമ്പുകളൊക്കെയാണ്. അതാണ് ഭയങ്കര സമാധാനം പോയി, ഉറക്കമില്ല, ബഹളം. ഇതാണ് സംഭവം. നാട്ടിൽ ആരെയെങ്ങാണ്ട് സഹായിച്ചു, അയാൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഒരു നന്ദി പറയുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്വഭാവവും ഇല്ല, പിന്നെ അത് താന്നോന്ന് ചേട്ടൻ നടക്കുകയാണ്. നമ്മുടെ സമാധാനം പോയി. പൈസ പോയത് മാത്രമല്ല, സമാധാനം പോയി കിട്ടി. പറഞ്ഞ ഹല്ലേലൂയ. ചിലരൊക്കെ വീട്ടുകാരെയൊക്കെ സഹായിച്ചിട്ട് പിന്നെ ഉള്ള സമാധാനം കൂടെ പോവുകയാണ്. നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ സമാധാനം കിട്ടും, കാരണം അവർ നന്നായിട്ടൊക്കെ പെരുമാറുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ പോലും ഇല്ല, തിരിഞ്ഞു നോട്ടമില്ല. അങ്ങനെ നമ്മൾ സമ്പത്ത് കൊണ്ട് നമുക്ക് ഇച്ചിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ സമ്പത്തിൽ മുഴുവൻ ദുഃഖം കലർന്നിരിക്കുവാണ്. അതിനും പറയുന്നുണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് തരുന്നു, അതിൽ ദുഃഖം കലർത്തുന്നില്ല. അങ്ങനെയുണ്ട്. ദൈവം ദുഃഖം കലർത്തില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് ദൈവേഷ്ടത്തിന് വിരുദ്ധമായ രീതിയിൽ ഏതെങ്കിലും പെരുമാറ്റത്തിൽ നിൽക്കുമ്പോഴാണ്, ദൈവരാജ്യം അന്വേഷിക്കാതെ വന്നു കഴിയുമ്പോൾ സമ്പത്തിൽ ദുഃഖം കലരും. ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിച്ചില്ലെങ്കിൽ സമ്പത്തിൽ ദുഃഖം കലരും. അതാണിന്ന് വന്നിട്ട്. അപ്പം ദുഃഖം കലർന്നു കഴിയുമ്പോൾ നമ്മുടെ സമാധാനം പോയി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ദൈവമാണ് നമ്മുടെ സമാധാനം. അപ്പോൾ ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് ട്രിബുലേഷൻ, പീപ്പിൾ വിൽ ബി ദെയർ അഗൻസ്റ്റ് യു. ഒത്തിരി പേര് നമ്മളെ പീഡിപ്പിക്കും. നമ്മുടെ തന്നെ ആളുകൾ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം ഇത്. കാരണം ഒരൊന്നാമത്തെ കൽപ്പന അല്ലെങ്കിൽ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ചുമ്മാ അങ്ങനെ സ്നേഹിച്ചാൽ പോരാ. അതാണ് പുതിയ കൽപ്പന. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള പഴയ കൽപ്പനയാണ്, പണ്ട് മുതലുള്ളതല്ല. ആൾക്കാർ ലവ് യു എന്നും പറഞ്ഞ് നടപ്പുണ്ട്. അത് പണ്ട് മുതലുള്ളതാണ്. ഇത് ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അതാണ് പുതിയ കൽപ്പന. എങ്ങനെയാണ് അവൻ സ്നേഹിച്ചത്? ഹീ കെയിം ടു ഹിസ് ഓൺ പീപ്പിൾ. അവൻ സ്വകീയർ. 1:11 വായിക്കാവോ? യോഹന്നാൻ 1:11.
അങ്ങനെ തിരസ്കരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. അവസാനം വരെ അവനെ തിരസ്കരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് അവൻ മരിച്ചത്. അതാണ് സ്നേഹം. നിന്നെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്തവകാശം? ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു, വാട്ട് മെറിറ്റ് ഈസ് ദെയർ? എവരിബഡി ഡസ് ദാറ്റ്. चोर चोर को प्यार करता है, आतंकवादी आतंकवादी को बहुत प्यार करता है. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താ? ആതങ്കവാദികൾ, അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പുണ്ട്. മണിപ്പൂരിൽ 34 ടെററിസ്റ്റ് ഗ്രൂപ്പുണ്ട്, ഒഫീഷ്യലി റിക്കഗ്നൈസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ എനിക്ക് അവർ പലരെ അറിയാം, പല ലീഡേഴ്സിനെ നമുക്ക് ഒത്തിരി ക്ലോസ് ആയിട്ട് അറിയാവുന്നതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കാൻ തയ്യാറാണ്, മറ്റവനെ ഒറ്റിയല്ല, അത്ര സ്നേഹമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകാർക്കൊക്കെ ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. അതുപോലെ നന്നായിട്ട് വെള്ളം അടിക്കുന്നവർ, വെള്ളം അടിക്കുന്നവർക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. അവൻ്റെ ഒരു ദുഃഖമുണ്ട്, ഇവർ ചുമ്മാ ഇരുന്ന് കരയും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അത്രയും സ്നേഹമൊക്കെ അവർക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കർത്താവ് പറയുകയാണ്, ലവ് യുവർ എനിമീസ്, ഡു ഗുഡ് ടു ദോസ് ഹു ഹേറ്റ് യു, ബ്ലസ് ദോസ് ഹു കേഴ്സ് യു, പ്രേ ഫോർ ദോസ് ഹു അബ്യൂസ് യു, ദസ് യു വിൽ ബിക്കം ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ലോകത്തിലുണ്ടാകും. നിങ്ങൾ അബ്യൂസ് ചെയ്യുന്നവരുണ്ടാകും, നിങ്ങൾക്കെതിരായിട്ട് പറയും. അതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ വരണം, സ്വന്തം ആളുകളിൽ നിന്ന് വരണം. ദാവീദ് പറയുന്ന പോലെ, ശത്രുവാണ് ഇത് ചെയ്തതെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു, പക്ഷേ ഒരേ പാത്രത്തിൽ നിന്ന് അപ്പം പങ്കുവച്ചതെന്ന് എൻ്റെ സ്വന്തം ആൾ ഇത് ചെയ്തപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. മോനെക്കുറിച്ചാണ് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നിൻ്റെ സമാധാനം ക്രിസ്തുവാണ് എന്ന് പ്രഘോഷിക്കുന്നതാണ് ദൈവരാജ്യം. സിമ്പിൾ. പ്രതിസന്ധികൾക്ക് നടുക്ക് സമാധാനം പോകില്ല. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായ മാറ്റം. എല്ലാ നേതാക്കന്മാരും രാജാക്കന്മാരും മറ്റ് നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ നിന്നിങ്ങനെ ശക്തിയോടെ വിളിച്ചു പറയുന്നു, അവൻ ക്രിസ്തു. പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ കുതിച്ചു ചാടിയാണ് പുറത്തേക്ക് വരുന്നത്. അവൻ്റെ നാമത്തെ പ്രതി പീഡ സഹിക്കാൻ യോഗ്യരാക്കപ്പെട്ടതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പുറത്തു വന്നു. ആർക്കും അവരുടെ സന്തോഷത്തെ കൈവെക്കാൻ പറ്റിയില്ല, ആർക്കും അവരുടെ സമാധാനം എടുത്തു കളയാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞ പ്രശ്നമില്ലെന്നാണോ? എന്തോരം പ്രശ്നമുണ്ട്. സഹിച്ചില്ലെന്നാണോ? നമ്മളൊക്കെ സഹിച്ചതിന് 100 ഇരട്ടി സഹിച്ചില്ലേ? എല്ലാ അപ്പസ്തോലന്മാരും സഹിക്കാതെയാണോ? ഇന്ന് വരെ എന്തോരം രക്തസാക്ഷികൾ കർത്താവിൻ്റെ നാമത്തിൽ പീഡ സഹിച്ച് എന്തോരം വിശുദ്ധരാണ് ലോകത്തിലോ. വിശുദ്ധരെല്ലാവരുടെയും ജീവിതം നോക്കിയോ, നമ്മളെക്കാൾ കൂടുതൽ സഹിച്ചിട്ടുണ്ട്. സഹിക്കാതെ ആരും വിശുദ്ധരായിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് അവരുടെ സമാധാനം. ആർക്കും എടുത്തു കളയാൻ പറ്റിയില്ല, ആർക്കും ഇവരുടെ സമാധാനം എടുത്തു കളയാൻ പറ്റിയില്ല. അതുകൊണ്ട് പറയണം, എല്ലാ വിധത്തിലും പൗലോസ് പറയുവാണ്, 2 കൊരിന്തോസ് 6:4, എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ. പറഞ്ഞ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങൾ അറിയപ്പെടുന്നവർ, മരിക്കുന്നവരെ പോലെ ആണെങ്കിലും ഞങ്ങളിതാ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെ ആണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ഇതാണ് സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഭയങ്കര സാധനങ്ങളാണ്, ഭയങ്കര പീഡയാണ്, പ്രശ്നമാണ്. പക്ഷേ ലോകമെമ്പാടും ഞെരുക്കപ്പെടുന്നവരുടെ ദുഃഖങ്ങളോട് ചുലനം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? The life which you have is a dream of millions. The life which we have is a dream of millions. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ എന്നെ വീണ്ടും 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 ഈ കാര്യം കർത്താവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പോകുന്നിടത്തെല്ലാം പറയും, ദ ലൈഫ് വിച്ച് യു ഹാവ് ഈസ് എ ഡ്രീം ഓഫ് മില്യൻസ്. പ്രത്യേകിച്ച് റെഫ്യൂജി ക്യാമ്പുകളിൽ കുറേ പ്രാവശ്യം, 100 കണക്കിന് പ്രാവശ്യം
വിസിറ്റ് ചെയ്തതിൽ നിന്ന് അവരുടെ ജീവിതം നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാണണം എങ്ങനെയാണെന്ന്. കുക്കികളെ അമേസിങ്. അവരുടെ വിശ്വാസം ഒക്കെ നമ്മളിപ്പോൾ കാണുകയാണ്. ഒരു ചേച്ചി അന്ന് കഴിഞ്ഞ വർഷത്തിൽ മെയ് 3-ാം തീയതി ഈ പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് മെയ് 28-ാം തീയതി ഞങ്ങളുടെ ഒരു കത്തോലിക്ക വില്ലേജ് മുഴുവൻ കത്തിക്കപ്പെട്ടു. ഒരു പാരീഷ് മുഴുവൻ, വലിയൊരു പാരീഷാണ്. അത് മുഴുവൻ തീർത്ത് കളഞ്ഞവർ. സുഗുനു എന്ന് പറയും, സുഗുനു. അപ്പോൾ പാരീഷും, വലിയൊരു പാരീഷ് പാരീഷ് പ്രസ്ബിറ്ററി എല്ലാം കത്തിച്ചു. അവിടെ 100 കണക്കിന് കുടുംബങ്ങളാണ് അവിടെ നിന്ന് കത്തോലിക്ക കൊണ്ടുകൊണ്ട് 400-ലധികം കുടുംബങ്ങൾ കത്തിക്കപ്പെട്ടു. അപ്പോൾ അന്ന് രാത്രിയിൽ ഒരു 2 മണിയായപ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ പലതവണ ധ്യാനം നടത്തിയിട്ടുള്ള പാരീഷാണ്. അപ്പോൾ അത് കത്തിക്കപ്പെട്ടു എന്ന് രാത്രിയിൽ എനിക്ക് മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, നമ്മളെ ഒരു ലീഡർ ചേച്ചിയുണ്ട്, മോനിക്ക എന്നതിൻ്റെ പേര്. ഭർത്താവ് പട്ടാളത്തിലാണ്, ഭാര്യ ഈ മോനിക്ക ചേച്ചി, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര തീക്ഷ്ണതയാണ് ദൈവീക കാര്യങ്ങൾ. പുള്ളിക്കാരി വഴിയാണ് നമ്മൾ ഒത്തിരി ധ്യാനങ്ങളും ഒത്തിരി പേരെ കൊണ്ടുവരും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അങ്ങനെ നല്ലൊരു വീടുണ്ട്, പുതിയൊരു വീട് ദൈവം ഉണ്ടാക്കി കൊടുത്ത 2 നിലകൾ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മിക്കവാറും പോകുന്ന സമയത്തെല്ലാം അവിടെ നമുക്ക് വേണ്ടി ഒരു മുറി തയ്യാറാക്കിയിട്ടുണ്ട്. 2-3 മുറികളുണ്ട്. നമ്മൾ ടീം മെമ്പേഴ്സൊക്കെ ചെല്ലുമ്പോൾ കടന്നു പോകുന്ന സമയത്തൊക്കെ താമസിക്കും. ഞങ്ങൾ പലതവണ അവിടെ കയറിയിട്ടുണ്ട്. അപ്പം രാത്രി 2 മണിയായപ്പോഴത്തേക്കും ഞാനന്ന് പെട്ടെന്ന് ഫോൺ വിളിച്ചു. എന്തായി ചേച്ചി, മോനിക്ക ചേച്ചിയുടെ കാര്യം എന്തായി? ചേച്ചി എന്ന് പറയാറില്ല, എന്നെക്കാൾ ഇളയതാണ്, പക്ഷെ നമ്മൾ ദീദി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ ബഹുമാനം കൊണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഫോൺ എടുത്തു. എന്നിട്ട് പറയുകയാണ്, അച്ഛാ പേടിക്കണ്ട, ഞങ്ങളൊക്കെ സേഫാണ്. മലയുടെ മുകളിൽ ഓടിക്കയറി. അപ്പോൾ ഈ സുഗുനു എന്ന് പറയുന്നതിൻ്റെ പുറകിലായിട്ട് വലിയൊരു കുരിശ് മലയുണ്ട്. അപ്പം ആ മല അപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മലകളാണ്. അപ്പോൾ അവിടത്തേക്ക് ശത്രു അല്ലെ ഈ ആക്രമിക്കുന്നവർ അങ്ങോട്ട് പോകാൻ ധൈര്യം കാണിക്കത്തില്ല, കാരണം കൂടുതൽ കുക്കികളുടെ സ്ഥലമാണ്. അപ്പോൾ ഈ വില്ലേജ് മുഴുവൻ കത്തിച്ചവർ. അപ്പോൾ ഇവരുടെ വീടെല്ലാം കത്തിക്കപ്പെട്ടു. അപ്പോൾ ഇവരെല്ലാം ഓടി രാത്രി മലയിൽ കയറി. അന്ന് കുറച്ച് പേര് മാത്രമേ അവിടെ മരിച്ചിട്ടുള്ളൂ, ഓടാൻ പറ്റാത്തവർ. ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാർ പറയുവാണേ, അച്ഛാ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിള്ളേരും 3 എണ്ണത്തിനെ എടുത്തു. വീട്ടിൽ 4 ബൈബിളുണ്ടായിരുന്നു, 4 ബൈബിളും കണ്ടുപിടിച്ചെടുത്തു ഓടിയ സമയത്ത്. രാത്രി ബൈബിൾ കത്തണ്ടാന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, അതിൻ്റെ എന്നാ വിശ്വാസം. ബൈബിൾ ആ സമയത്ത് ഓടിയേ നോക്കിയേ 3 പിള്ളേർ. എന്നിട്ട് ബാക്കി ആധാർ കാർഡോ മറ്റ് കാർഡുകളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ബൈബിൾ ഏതായാലും കത്താതെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എനിക്കിപ്പോൾ മോളിൽ നിന്ന് നോക്കിയ പുള്ളിക്കാർ പറയാ, വീട് കത്തുന്നത് കാണാം, 2 നിലയുള്ളതല്ല വീടാണ്, വീട് കത്തുന്നത് കാണാം. അതിൻ്റെ ഇടയ്ക്കും പറയാം, കർത്താവ് തന്നതല്ലേ അച്ഛൻ പേടിക്കണ്ട കേട്ടോ, കർത്താവ് ഇനിയും തരുമെന്ന്. കർത്താവ് തന്നത് പോയി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏറെ നാളുകൾ ഈ എല്ലാം നഷ്ടപ്പെട്ടവർ ഇവരൊക്കെ ഈ റെഫ്യൂജി ക്യാമ്പിൽ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്ന അവസ്ഥ. പക്ഷേ വളരെ ചിയർഫുള്ളാണ്. നന്ദി പറയുക, മറ്റുള്ളവരെല്ലാം കൂട്ടി പ്രാർത്ഥിപ്പിക്കുക. ഇപ്പോൾ പറയുകയാണ്, കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് വട്ടത്തിലിരുന്ന് സ്തുതിപ്പാണ്, വർഷിപ്പിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് പരാതികളോ സംഗതിയൊന്നുമില്ല. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ബോധ്യം നമ്മൾ കണ്ടതാണ് ആളുകളിൽ. അപ്പോൾ ഇവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, നമുക്കൊക്കെ എന്തോ ഒരു സംഗതികളുണ്ടെങ്കിലും നമുക്ക് പരാതിയല്ലേ എപ്പോഴേ, സന്തോഷമില്ല, സമാധാനമില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സമാധാനം കണ്ടെത്തുന്ന കുറേ പേരുണ്ട്. ധനാവിം യാവ് എന്ന് പറയും കർത്താവിൻ്റെ പാവപ്പെട്ടവർ. പറഞ്ഞ ഹല്ലേലൂയ. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറയും അവരെക്കുറിച്ച്. പൂർ ഇൻ സ്പിരിറ്റ് എന്നാണെന്നറിയാമോ? എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തവരാണ് പൂർ ഇൻ സ്പിരിറ്റ്. അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റേതാണ്. അതാണ് ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ല, ദൈവത്തിൻ്റേതാണ്, ഒന്നിനെക്കുറിച്ചും പരാതിയില്ല. ഇതാണ് ദൈവരാജ്യം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഇൻ മീ യു ഷുഡ് ഫൈൻഡ് പീസ്. ഇൻ മീ, ദാറ്റ്സ് വൈ ഐ ഗീവ് ദിസ് വേർഡ്, ദാറ്റ് ഇൻ മീ യു ഷുഡ് ഫൈൻഡ് പീസ്. എവിടെ? എന്നിൽ സമാധാനം കണ്ടെത്തണം. എവിടെ? ക്രിസ്തുവിൽ. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്, യേശുവാണ്, ക്രിസ്തുവാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന, യേശു ദൈവമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈശോയിൽ സമാധാനം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞേ ഹല്ലേലൂയ.
ഈശോയിൽ സമാധാനം കണ്ടെത്തി കഴിഞ്ഞാൽ ഇച്ചിരി ആരോഗ്യം പോയെന്ന് വിചാരിച്ച് നമ്മുടെ സമാധാനം പോവുമോ? ഇല്ല. ക്യാൻസറിന് നമ്മുടെ സമാധാനം എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സമാധാനം എവിടെ കണ്ടെത്തിയിരിക്കുന്നു? ഈശോയിൽ, ഇൻ ഹിം. ആരെങ്കിലും എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിരാശപ്പെട്ട് എൻ്റെ സമാധാനം പോയേ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എൻ്റെ സമാധാനം എൻ്റെ സത്കീർത്തിയിലോ അല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നതിലോ ആകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഭർത്താവ് അല്ലെങ്കിൽ ജീവിത പങ്കാളി ചതിച്ചോ അല്ലെങ്കിൽ പറ്റിച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് ജീവിച്ചില്ല എന്ന് വിചാരിക്കുക, ദുഃഖം ഉണ്ടാകും, പക്ഷെ സമാധാനം പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എൻ്റെ സമാധാനം പുള്ളിയിലല്ല ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഐ ഗീവ് മൈ പീസ് ടു യു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഐ ഗീവ് മൈ പീസ് ടു യു. ഐ ആം യുവർ പീസ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ടേ എന്ന് പറയരുത്. അവരുടെ കയ്യിലല്ല എൻ്റെ സമാധാനം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവരാജ്യം അന്വേഷിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം സമാധാനം ക്രിസ്തുവിൽ കണ്ടെത്തണം ഓരോ ദിവസവും. യു ഷുഡ് നോട്ട് ബി മൂഡ് ഓഫ്. യു കനോട്ട് ബി ഡിപ്രസ്ഡ്. യു കനോട്ട് ബി ആങ്ഷ്യസ്. യു കനോട്ട് ബി സിംപ്ലി സാഡ്. ആത്മഹത്യയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പോയി ചത്തേക്കാം, മരിക്കുന്ന നല്ലത് എന്ന് പറയുന്നത് ദൈവദൂഷണമാണ്, ദൈവത്തിനെതിരായ ഭാവമാണ്. കാരണം ഹീസ് അവർ പീസ്. സ്വർഗം നമുക്ക് സമാധാനമാകുന്ന ക്രിസ്തുവിനെ നൽകിയിട്ട് അവൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മളെ വന്ന് കണ്ടിട്ട് വചനം വായിക്കുമ്പോഴെല്ലാം അവൻ തന്നെയാണ് നമ്മളെ വന്ന് കാണുന്നത്. വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയിലും അവനുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ചാൽ ഞാൻ അവിടെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഇന്ന് സമാധാനം എന്തുകൊണ്ടില്ല എന്ന് നമ്മൾ പറയുന്നു. ദൈവരാജ്യത്തിനെതിരായ പാപം, ദൈവനിഷേധം, വിശ്വാസരാഹിത്യം. പിന്നെ നമ്മൾ എങ്ങനെ സാക്ഷ്യം വഹിക്കും? യു ആർ മൈ വിറ്റ്നസ്സസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? യു ഷുഡ് ബി ദ പീസ്. അതാണ് കാര്യം. യു ഷുഡ് ബി ദ പീസ് മേക്കർ. അവരെയാണ് ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. എന്താണ്? ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, they shall be called children of God. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ. 5:7 വായിച്ചേ മത്തായി. ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവപുത്രരാകണമെങ്കിൽ സമാധാനം കൊടുക്കണം. പീസ് മേക്കേഴ്സ്, പീസ് മേക്കേഴ്സ്, നോട്ട് ട്രബിൾ മേക്കേഴ്സ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളുടെ സംഭാഷണവും നമ്മളുടെ സാന്നിധ്യവും പീസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് ദൈവരാജ്യം. ചിലരുടെ സാന്നിധ്യം ഉണ്ടോ, ഭയങ്കര സമാധാനം കൊടുക്കും. അവരുണ്ടെങ്കിൽ മതി, നല്ല രസമാണ്, നമുക്കൊരു ഒരു 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 ഉറപ്പാണ്. അതാണ് കാര്യം. ചിലരെങ്ങാനും ഉണ്ടെങ്കിലോ പോയി. ഹല്ലേലൂയ. അത് ചിലർ ട്രബിൾ മേക്കേഴ്സ് എന്ന് പറയും. എവിടെയും സമാധാനം കൊടുക്കാൻ ചിലർ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞ പോലെ. അതാണ് കാര്യം. അപ്പം നമ്മൾ സമാധാന സ്ഥാപകരായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ അതുകൊണ്ടാണല്ലോ ഉദ്ധിതനായ ഈശോ എപ്പോഴും പറയുന്നത് സമാധാനം. ഉദാഹരണത്തിന് യോഹന്നാൻ 20:19 വായിച്ചു. 20:19 പെട്ടെന്ന് വായിച്ചോ. സമാധാനം. 21 വാക്യം പറഞ്ഞോ. സമാധാനം. 26 വാക്യം വായിച്ചു. സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്ക 24:36 വായിക്കാവോ. 24:36. 24:36 വായിച്ചോ.
സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, പീസ്. ഈശോ സമാധാനമാണ്. അതാണ് 2:14 ലൂക്ക 2:14 സമാധാനം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. എഫേഷ്യൻസ് 2:14 അവനാണ് നമ്മുടെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയുവാണ്, കർത്താവ് എന്താണ് അരുൾ ചെയ്യുന്നതെന്ന് ഞാൻ ശ്രവിച്ചു, അവൻ തൻ്റെ ജനത്തോട് സമാധാനം എന്ന് പറയുന്നു. സമാധാനം അരുൾ ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് തൻ്റെ ജനത്തിന് സമാധാനം തരുന്നു എന്നാണ് യേശയ്യാ പ്രവാചകൻ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് അവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ദൈവമാണ് സമാധാനം. ഈശോ നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് പ്രവചനം ഉണ്ടായപ്പോൾ 550 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവചിച്ചതാണ്, ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ സമാധാനത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നു. ഹീസ് പ്രിൻസ് ഓഫ് പീസ് എന്നാണ് നമ്മൾ യേശയ്യാ 9 യേശയ്യാ 9:6-7 കണ്ടാണ്. 9 ഒന്ന് വായിക്കാമോ? 9:6-7 പെട്ടെന്ന് വായിച്ചാൽ ഏതായാലും. ആ ആ ആ ശക്തനായ ദൈവം, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ അറിയപ്പെടും. പറയുന്നത് ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. 1 കൊറിന്തോസ് 14:33. 1 കൊറിന്തോസ് 14:33. 1 കൊറിന്തോസ് 14:33 വായിച്ചോ? ദൈവം സമാധാനത്തിൻ്റെ ദൈവം എന്നറിയപ്പെടാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവനാണ്. ഹി ലവ്സ് ടു ബി കോൾഡ് ഗോഡ് ഓഫ് പീസ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് സമാധാനത്തിൻ്റെ ദൈവം. ഉദാഹരണത്തിന് റോമ 16:20, 16:20 വായിച്ചു. സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ കാൽക്കീഴിലാക്കി. അപ്പം ആരാണ് പിശാചിനെ തകർക്കുന്നത്? ആ സമാധാനത്തിൻ്റെ ദൈവം ആരാണ്? യേശു. എപ്പോഴാണോ സമാധാനം യേശുവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അന്നാണ് ഡെലിവറൻസ് നടക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സമാധാനം ക്രിസ്തുവാണ് എന്നൊരു വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം കഴിയുമ്പോൾ മാത്രമേ പിശാച് വിട്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനം പൈസയിലാണെന്നും, സമാധാനം ഏതെങ്കിലും വ്യക്തിയിലാണെന്നും, സമാധാനം അറ്റ്മോസ്ഫിയറിലാണെന്നെങ്കിലും, സിറ്റുവേഷനിലാണെങ്കിലും, അല്ലെങ്കിൽ രാജാവിനെയോ നേതാവിനെയും അധികാരികളെ ആശ്രയിച്ച സമാധാനം എന്ന് വിചാരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സമാധാനം അവിടെ ഇന്ത്യയിലൊക്കെ മോദിജീനെയോ അല്ലെങ്കിൽ നാട്ടിൽ പിണറായിനെയോ ഒന്നുമല്ല ആശ്രയിച്ചിരിക്കുന്നത്. സമാധാനം ക്രിസ്തുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏത് രാജാവോ നേതാവോ ഒക്കെ ആയിക്കോട്ടെ, അതിനെല്ലാം മുകളിൽ നമുക്ക് സമാധാനമുണ്ട്. കാരണം ക്രിസ്തുവാണ് എൻ്റെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവനാണ് എൻ്റെ സമാധാനം. അവനാണ് സമാധാനത്തിൻ്റെ ദൈവം. സമാധാനമാണ് ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വേറൊരു പേരാണ് സമാധാനം, പീസ്. എൻ്റെ ഈശോ സമാധാനമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ശത്രു പിശാചിനെ കാൽക്കീഴിൽ തകർക്കുന്നത്. ഡെലിവറൻസ് ഡിപ്പെൻസ് ഓൺ പീസ്. പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4:9 വായിച്ചോ? ഫിലിപ്പിയ ലേഖനം 4:9. ഫിലിപ്പിയൻസ് 4:9. സമാധാനത്തിൻ്റെ ദൈവം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കേട്ടതും പഠിച്ചതും എല്ലാം, പൗലോസ്ലീഹ പറയുവാണ്, ഞാൻ പഠിപ്പിച്ചതും കേട്ടതും എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, എന്നിട്ട് അനുസരിക്കുക. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം സമാധാനത്തിൻ്റെ ദൈവമായിരിക്കണം. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടാകണം. കാരണം നമ്മളെല്ലാം സമാധാനത്തിൻ്റെ വാഹകരാണ്. അതാണ് വിറ്റ്നസിങ്. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇതാണ് പൗലോസിനെ പോലെ പറയാൻ കപ്പാസിറ്റി ഉണ്ടാകണം. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ ചെയ്തത്, എൻ്റെ സാന്നിധ്യം ഓർക്ക്. സമാധാനത്തിൻ്റെ ദൈവം കൂടി ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. 1 തെസ്സലോനിയൻസ് 5:23 വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. 5:23.
ശരീര, മനസ്സ്, ആത്മാവ്, 3 കാര്യങ്ങളിൽ പൂർണ്ണ സൗഖ്യം അല്ലെങ്കിൽ പൂർണ്ണ വിശുദ്ധീകരണം. The God of peace will sanctify you entirely, wholly. എന്താണ്? ബോഡി, മൈൻഡ്, സോൾ. ഈ 3 സ്ഥലത്തും നമുക്ക് വിശുദ്ധീകരണം വരും. അതെവിടെ നിന്നാണെന്നറിയാവോ? ഗോഡ് ഓഫ് പീസിൽ നിന്നാണ്. അതായത് എപ്പോഴാണോ നിനക്ക് സമാധാനം നഷ്ടപ്പെടാതിരിക്കുന്നത് അപ്പോഴേ വിശുദ്ധീകരണം നടക്കുള്ളൂ. സോ സാങ്ക്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ പീസ്. പറഞ്ഞേ ഹല്ലേലൂയ. പീസ് നഷ്ടപ്പെടുന്നവർക്ക് സാങ്ക്ടിറ്റി ഉണ്ടാകത്തില്ല, വിശുദ്ധിയില്ല. വിശുദ്ധി സമാധാനത്തെ ആശ്രയിച്ചായിരിക്കുന്നു. ആ സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. Peace is not the absence of problem. Peace is the presence of Jesus. You believe it or not? When you say, I don't have peace, you are denying Christ. ഇത് വളരെ സീരിയസ് ആയ ദൈവരാജ്യത്തിന് വിരുദ്ധമായൊരു സംഭവമാണ്. സമാധാനമില്ല എന്ന് നമ്മൾ പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തെസ്സലോനിയൻസ് 3:16 വായിച്ചു. 2 തെസ്സലോനിയൻസ് 3:16. എക്കാലത്തും എല്ലാവിധത്തിലും. എക്കാലത്തും എല്ലാവിധത്തിലും. പറഞ്ഞേ ഹല്ലേലൂയ. അറ്റ് ഓൾ ടൈംസ് ഓൾ ദ വേസ്. All times, all the ways, peace. Because He is God of peace. May God of peace Himself give you peace at all times and all the ways. എല്ലാ സമയത്തും എല്ലാ വിധത്തിലും. അവിടെ പിന്നെ വേറെ ഒരു എക്സ്ക്യൂസ് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊന്ന് ശരിയായിരുന്ന എനിക്ക് സമാധാനം ഉണ്ടാവും പറയരുത്. ഈ പുള്ളിക്കാരനും നന്നായിരുന്ന സമാധാനം ഉണ്ടാവും പറയരുത്. ഒരു വീട് സ്വന്തമായിട്ടുണ്ടായിരുന്ന സമാധാനം ഉണ്ടാവും പറയരുത്. ദൈവത്തെ താഴ്ത്തിക്കെട്ടരുത്. ദൈവം നിനക്കുള്ളപ്പോൾ വീടുമായിട്ട് ദൈവത്തെ താരതമ്യപ്പെടുത്തരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ദൈവത്തെ താരതമ്യപ്പെടുത്തി പറയരുത്. ദൈവം ഇതിനെല്ലാം ഉപരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ കിട്ടിയാലേ എനിക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറയുന്നവർ ദൈവത്തെ പുച്ഛിക്കുവാണ്. യു ആർ ടേക്കിംഗ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോഡ് ഫോർ ഗ്രാൻറ്റഡ്. ദൈവിക സമാധാനത്തെ പുച്ഛിക്കരുത്, തുച്ഛമായിട്ട് കണക്കാക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:20 വായിച്ചു. 13:20. എബ്രായ ലേഖനം 13:20. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ നമ്മൾ സമാധാനത്തിൻ്റെ കർത്താവ്, സമാധാനത്തിൻ്റെ ദൈവത്തെ കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് സമാധാനത്തിൻ്റെ ദൈവം എന്നറിയപ്പെടാൻ വലിയ കൊതിയായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും 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 പരിശുദ്ധാത്മാവ് വഴി ഈ കാരണങ്ങളാൽ നമ്മളിങ്ങനെ വീണ്ടും കാണുന്നത് ഗോഡ് ഓഫ് പീസ്, ഗോഡ് ഓഫ് പീസ്, ഗോഡ് ഓഫ് പീസ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാകയാൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് വി ഡു ടു സീക്ക് ദ കിങ്ഡം? പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പോകുന്നിടത്തെല്ലാം സമാധാനം സമാധാനം എന്ന് പറയണം. അതുകൊണ്ടാണ് ഷലോം, പീസ് ബി വിത്ത് യു എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. നമ്മളുടെ ജീവിതം കൊണ്ടാണ്. ഒരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ പറയണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമാധാനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന വചനം, എത്ര മഹനീയം എന്ന വചനം ഉള്ളത്. അതിങ്ങോട്ടൊന്ന് വായിച്ചു. 52:7 ഏശയ 52:7. 52:7. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും. എന്താണ് പറയുന്നത്? സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു. അതാണ് ദൈവരാജ്യം. ഓക്കെ. അപ്പം സിയോനോട് പറയുന്നു
ദൈവം ഭരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗാഡ്, ദാറ്റ് ഈസ് എ കിങ്ഡം, ഹി റെയിൻസ്, ഹി റൂൾസ് എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദങ്ങൾ എത്ര മനോഹരം. ചിലയിടത്ത് എത്ര ബ്ലെസ്സിഡ്, ഹൗ ബ്ലെസ്സിഡ് ആർ ദെയർ ഫീറ്റ്. അവരുടെ പാദങ്ങളെയാണ് തൊട്ട് വണങ്ങേണ്ടത്. കാരണം ബ്ലെസ്സിങ് അവിടെയുണ്ട്. ആര്? സമാധാനം കൊടുക്കുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഭരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്നവരാണ്, ദൈവരാജ്യം വിളംബരം ചെയ്യുന്നവരാണ് സമാധാനം സ്ഥാപിക്കുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയ. റിക്കൺസീലിയേഷൻ കൊണ്ടുവരണം. രണ്ട് കൂട്ടർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ തമ്മിൽ അടുപ്പിക്കുന്നവരാകരുത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, നമ്മുടെ വാക്കുകൾ കൊണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകരുത്. രണ്ട് ആളുകൾ തമ്മിൽ ഭിന്നിക്കരുത്. രണ്ട് പേരുകൾ തമ്മിൽ തെറ്റിദ്ധാരണ നമ്മൾ വഴി ഉണ്ടാകരുത്. അതാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നവർ ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർ എപ്പോഴും റിക്കൺസീലിയേഷന് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പാദങ്ങൾ പോലും അനുഗ്രഹീതരാണ്. അവരാണ് പാദങ്ങൾ തൊട്ട് വന്ദിക്കേണ്ടവരൊക്കെ അങ്ങനെയാണ്. കാരണം ബ്ലെസ്സിങ് അവരുടെ പാദങ്ങളിൽ പോലും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് 2 കൊറിന്തോസ് 13:11, 2 കൊറിന്തോസ് 13:11 വായിച്ചു. സന്തോഷിക്കുവിൻ, പറഞ്ഞേ ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്നാ വാചകം ഒന്നുകൂടെ വായിച്ചേ. സന്തോഷിക്കുവിൻ, നവീകരിക്കുവിൻ, ആഹ്വാനം സ്വീകരിക്കുവിൻ, ഒരേ മനസ്സോടെ ആയിരിക്കണം, സമാധാനത്തിൽ ജീവിക്കുവിൻ, ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏക മനസ്സോടെ ആയിരിക്കണം, സമാധാനത്തിൽ കഴിയണം, സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് ദൈവരാജ്യം. പറഞ്ഞേ ഹല്ലേലൂയ. അതിന് നമ്മൾ കണ്ടീഷൻ വെക്കരുത്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അത് മതി. അവൻ ഉത്ഥാനം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അത് ഇത്രയും വലിയ സംഭവങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഡിമാൻഡ് ചെയ്യരുത്. ഒന്നാമതായി മറ്റേത് അതും ഇതൊന്നും അന്വേഷിക്കരുത്. എനിക്കത് വേണം, ഇത് ബാക്കിയെല്ലാം ദൈവം തന്നോളും. നീ ഒന്ന് സന്തോഷിച്ച് കാണിച്ചേ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ഓർഡർ മറന്നു പോകരുത്. ആഗ്രഹങ്ങൾ സാധിച്ചു തരും, അപ്പോൾ കർത്താവിൽ സന്തോഷിക്കുക അല്ല, ആദ്യം കർത്താവിൽ സന്തോഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോഴും ഓർഡർ തിരിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, കർത്താവിൽ സന്തോഷിക്കും ഞാൻ, പക്ഷേ ഇതൊന്നും നടന്നു കിട്ടിയിട്ടില്ലല്ലോ, എത്ര നാളായിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതും ഇത് നടന്നു കിട്ടിയാൽ കിട്ടുന്ന സന്തോഷം അത് ദൈവരാജ്യത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പത്രോസും കൂട്ടരും മീനൊന്നും കിട്ടാതിരിക്കുവാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു. അപ്പോൾ ഈശോ വചനം കൊടുക്കാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കാർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, മൂഡ് ഓഫ് ആണ്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് പുറത്ത് മീൻ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വതവേ ദേഷ്യക്കാരാണ്. അപ്പം ഒന്നും കിട്ടാതെ കൂടെ വന്നു കഴിയുമ്പോൾ തെറിയായിരിക്കും മൊത്തം. അങ്ങനെയാണ്. ആ സമയത്താണ് കർത്താവ് അവരെ കണ്ടു, അടുത്ത് വിളിച്ചു, ചോദിച്ചു, നിൻ്റെ വണ്ടിയെ ഞാൻ കയറട്ടെ? കയറിക്കോ. എന്നിട്ട് വണ്ടിയെ കയറി ഇച്ചിരി ദൂരേക്ക് മാറ്റിയിടാൻ പറഞ്ഞു. അവിടെ ഇരുന്നു, വള്ളത്തേലിരുന്ന് പ്രസംഗിച്ചു, വചനം കൊടുത്തു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് മീൻ കിട്ടാത്തതല്ല പ്രശ്നം, ഇവന് വചനം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ വചനം കൊടുത്തു. അവിടെ ഇരുന്ന് വചനം കേട്ട് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഉപദേശ് സമാപ്ത് ഹോനെ പർ യേശുനെ കഹ അബ് മച്ചി പക്കടനെ കേലി ജാൽ ഡാലോ. അതാണ് 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ലൂക്കാ സുവിശേഷം. അപ്പം റിട്രീറ്റ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് വചനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇനി ഒന്നുകൂടെ ചെയ്തേ. അപ്പോഴത്തേക്കും അവൻ പറയുവാണ്, ഗുരുവർ പൂരി രാത്ത് മെഹനത്ത് കർണേ പർ ഭി ഹമേ കുച്ച് നഹീ മില, പരന്തു ആപ്കെ കഹനെ പർ മേ ജാൽ ഡാലൂങ്കാ. എങ്ങനെ പറഞ്ഞേ? ആപ്കെ കഹനെ പർ മേ ജാൽ ഡാലൂങ്കാ. ഓൾ നൈറ്റ് ഐ ഹാഡ് ബീൻ വർക്കിംഗ്, വി ഗോട്ട് നത്തിങ്, ബട്ട് അറ്റ് യുവർ വേർഡ് ഐ വിൽ പുട്ട് മൈ നെറ്റ്. വെയർ? at your word. कहाँ पर जाल डालूंगा? आपके कहने पर जाल डालूंगा. പറഞ്ഞേ ഹല്ലേലൂയ.
മലയാളത്തിൽ അത് കൃത്യം മനസ്സിലാകത്തില്ല. നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം എന്നാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാം? അറ്റ് യുവർ വേർഡ് ഐ വിൽ പുട്ട് മൈ നെറ്റ്. എവിടെ എവിടെ? അറ്റ് യുവർ വേർഡ്. അതാണ് ഖാനം. അറ്റ് യുവർ വേർഡ് പറഞ്ഞേ. ഹല്ലേലൂയ. ഹിന്ദിയിൽ എങ്ങനെയാണ്? തേരെ വചൻ പർ മേ ജാൽ ഡാലൂങ്ക, തേരെ കഹനെ പർ ജാൽ ഡാലൂങ്ക. പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ അതാണ്, നിൻ്റെ വചനത്തിൽ ഞാൻ ഇനി വലയിറക്കാം. എനിക്ക് ഇതുവരെ വചനമില്ലായിരുന്നു, ഇപ്പോൾ വചനം കിട്ടി. ऐसा करने पर इतनी सारी मछलियाँ फंस गई कि जाल टूटने को हो गया, नाव डूबने के जैसे हो गया എന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയും അത് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം നടന്നു. അപ്പോൾ ഈ അത്ഭുതമൊക്കെ നടന്നു കഴിഞ്ഞ് കരയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്ന എന്താണ്? എന്ത് ചെയ്തു? എന്നാൽ മത്സ്യമെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് ഈ കിട്ടിയ പൈസ എല്ലാം ബാങ്കിൽ ഇട്ടേച്ച് ഭാര്യയുടെ പേരിൽ ഇട്ടേച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞോ? ഇല്ല. എന്ത് ചെയ്തു? അത് നടന്നു. അതിന് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഉപേക്ഷിച്ച് അവിടെ ആ വള്ളവും ആ വലയും ആ മത്സ്യവും കരയിൽ തന്നെ വിട്ടേച്ച് ഈശോയുടെ കൂടെ പോയി. ഇതാണ് കാര്യം. നൗ ദ സോഴ്സ് ഓഫ് മൈ ജോയ് ഈസ് നോട്ട് ദ ബ്ലെസ്സിങ്സ് ബട്ട് ഗിവർ ഓഫ് ബ്ലെസ്സിങ്. അതാണ് കാര്യം. ഇനി ഞാൻ ദാനങ്ങളിലല്ല സന്തോഷിക്കുക, മത്സ്യത്തിലല്ല. मच्छी में आनंद नहीं मनाऊंगा, മച്ഛലി കിസ്കെ कहने से आता है उस पे. അതാണ്. ആര് പറഞ്ഞാലാണോ ബ്ലെസ്സിങ് വരുന്നത് അവനാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. പറഞ്ഞേ. ഹല്ലേലൂയ. അതാണ് ടേക്കിംഗ് ഡിലൈറ്റ് ഇൻ ദ ലോഡ്. നമ്മളൊക്കെ ബ്ലെസ്സിങ്ങിൽ ആനന്ദിച്ചിരിക്കുക. ഒരു ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആനന്ദിച്ച് അങ്ങനെ ഇരിക്കും. മക്കളിൽ ആനന്ദിച്ചിരിക്കരുത്. മക്കൾ ബ്ലെസ്സിങ് മാത്രമാണ്. പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോലിയിൽ സന്തോഷിച്ചിരിക്കരുത്. ജോലിയിൽ ഇന്നോർഡിനേറ്റായിട്ട് ചുമ്മാ സന്തോഷിച്ചിരിക്കരുത്. അത് പാപമാണ്. ജോലി പാപകാരണമായിട്ട് തീരും. സമ്പത്തിൽ സന്തോഷിച്ചാൽ സമ്പത്ത് പാപകാരണമായി തീരും. മക്കളിൽ സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ മക്കൾ പാപകാരണമായി തീരും. നിൻ്റെ ബ്യൂട്ടിയിൽ, സൗന്ദര്യത്തിൽ സന്തോഷിച്ചിരുന്നാൽ സൗന്ദര്യം പാപകാരണമായി തീരും. നമുക്കെന്തെങ്കിലും കഴിവുകളുണ്ട്, ഭയങ്കര മസിലുണ്ട്, അതിലൊക്കെ ആനന്ദിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പാപകാരണമായി തീരും. ഇനി എന്ത് പാപകാരണമായാലും അതുവഴി പീഡനം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് അച്ഛൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബുക്ക് ഓഫ് വിസ്ഡം 11:16 ദാറ്റ് യു ഷുഡ് നോ പണിഷ്മെൻറ്റ് ഫോർ സിൻ വിൽ ടേക്ക് ദ സെയിം ഫോം ഓഫ് സിൻ ഇറ്റ് സെൽഫ്. അതിനെക്കുറിച്ച് ദാറ്റ് യു ഷുഡ് നോ, ജെറുസലേം ബൈബിൾ പറയുവാണ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് സിൻ ബിക്കംസ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് സഫറിങ്. എന്തിനെക്കുറിച്ച് നീ എന്ത് വഴി പാപം ചെയ്യുന്നു അതുവഴി പീഡനം കിട്ടും. പറഞ്ഞേ. ഹല്ലേലൂയ. മക്കൾ വഴി പാപം ചെയ്ത് മക്കളിൽ ആനന്ദിച്ച് മക്കൾക്കൊന്നാം സ്ഥാനം കൊടുത്ത് സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ മക്കൾ വഴി പീഡനം കിട്ടും. സമ്പത്തിൽ സന്തോഷിച്ചാൽ സമ്പത്തിൻ്റെ ഏരിയയിൽ പീഡനം വരും, ദുഃഖം കലരും. സൗന്ദര്യത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞാൽ അതേ ഏരിയയിൽ പീഡനം കിട്ടും. ഒരു കാലത്ത് ഇതൊന്നും അറിയത്തില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ മുടിയിൽ സന്തോഷിച്ചിരുന്ന ആളാണ്. അത് പിന്നീട് വചനം കിട്ടിയപ്പോഴത്തേക്ക് വൈകിപ്പോയി. സെമിനാരിൽ ചേർന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ദൈവം, എനിക്ക് ആകെ ഒരു വറിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സെമിനാരിയിൽ നിന്ന് പുറത്ത് വിടത്തില്ല മുടി വെട്ടാൻ വേണ്ടി. അവിടെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കണം. പക്ഷെ എൻ്റെ ദൈവമേ, ഇവന്മാരെല്ലാം കൂടെ വെട്ടി എന്നെ മുടി കളയുമല്ലോ. കാരണം അങ്ങനെയുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം മുടിയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ആളായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിലൊക്കെ എപ്പോഴും നോക്കി സന്തോഷിക്കാന്നേ ഉള്ളൂ. അങ്ങനെ ആണ്. അപ്പോൾ എൻ്റെ കൂടെ സെമിനാരിയിൽ വന്ന 24 പേരിൽ ഒരാൾ, എൻ്റെ പേര് ബേബി, ഞാൻ ബോബി, അത് ബേബി. ഓക്കെ. അപ്പം ബേബി, പുള്ളി പണ്ട് മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് നാട്ടിൽ വെച്ച്, ബാർബറൊക്കെ ആയിരുന്നു കുറച്ച് നാളത്തേക്ക്. പുള്ളി സെമിനാരിൽ ചേർന്നാണ്. ഇപ്പം ബേബി അച്ഛനാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് മുടി വെട്ടാൻ അറിയാം. അപ്പോൾ പുള്ളിനെ മാത്രമേ ഞാൻ മുടി വെട്ടിക്കുള്ളൂ, ബാക്കി ആർക്കും മുടി വെട്ടാൻ കൊടുക്കും. പുള്ളിക്ക് ഫ്രീ ഉള്ള ദിവസം മാത്രം നോക്കി മുടി വെട്ടാൻ പോകും. പുള്ളി മുടി വെട്ടുന്ന സമയത്ത് ഇപ്പോഴും ഇടയ്ക്ക് കാണുമ്പോൾ പറയും, ഓ നിൻ്റെ മുടി വെട്ടാനെന്ന് പെട്ട പാട്. കാരണം ഞാൻ 2 കണ്ണടിയൊക്കെ വെച്ചോണ്ടാണ് ഇരിക്കുന്നത് വെട്ടാൻ നോക്കുന്ന സമയത്ത്. ഇങ്ങനെ നോക്കും, അത് ഇവിടെ നോക്കും.
അന്നേരം അവിടെ തുടരരുത്, അങ്ങനെ അവിടെ പിടിക്കരുത്, അങ്ങനെ അതെല്ലാം ഇങ്ങനെ ക്ലിയർ ആക്കിയൊക്കെ വെച്ച് ഇരുന്ന് വെട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലായി ഇൻസ്ട്രുമെൻ്റ് ഓഫ് സിൻ ബിക്കംസ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് പണിഷ്മെൻറ്റ് ആൻഡ് സഫറിങ്. ഏത് ഏരിയയിൽ സന്തോഷിച്ചു കഴിഞ്ഞാലും, ഓവറായിട്ട് സന്തോഷിച്ചു കഴിഞ്ഞാലും അതേ ഏരിയയിൽ പീഡനം കിട്ടും, ഉറപ്പാണ്. കാരണം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മാറത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, അവൻ്റെ പേരാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലി 3 ടൈം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ. ഓക്കെ, അമേരിക്കക്കാരൻ, ക്രിസ്ത്യാനിയായിരുന്നു, മുസ്ലിമായി പിന്നീട്, മരിച്ചുവല്ലോ കുറച്ചാൾ മുമ്പ്, അറിയാലോ. അപ്പം 3rd ടൈം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ ആയ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, അവനിങ്ങനെ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഉയർത്തിയിട്ട് മസിലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഈസ് ദർ എനി വൺ ഇൻ ദ ഹോൾ യൂണിവേഴ്സ് കം. അവൻ തൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ലോകത്തെ മാത്രമല്ല യൂണിവേഴ്സിൻ്റെ മുഴുവൻ ആരെങ്കിലും ഉണ്ടോ പാടാന്നാണ് പറഞ്ഞത്. പേടിച്ചിട്ടാരും അടുത്തില്ല. കാരണം വേൾഡ് ചാമ്പ്യൻ അവനെങ്ങാനൊന്ന് ഇടി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നല്ലോ എന്ന് വിചാരിച്ച് ആരും എടുത്തില്ല. പക്ഷേ അടുത്ത ഒളിമ്പിക്സ്, അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ നമ്മൾ ഈ മനുഷ്യനെ വീണ്ടും കണ്ട്. അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ തിരി കൊളുത്താൻ വേണ്ടി വന്ന സെയിം അമേരിക്കക്കാരൻ മുഹമ്മദ് അലിയെ കണ്ട് വേൾഡ് ഞെട്ടി. ഒരു തിരി കൊളുത്താൻ വേണ്ടി 2 കൂട്ടർ, 2 വലിയ മല്ലന്മാർ കൂടെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ വളരെ ബുദ്ധിമുട്ടിയാണ്. 2 പേര് പിടിച്ചിട്ട് അവരിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. സിവിയർ അറ്റാക്ക് ഓഫ് പാർക്കിൻസൺസ്. ചെറിയ സാധനമൊന്നും ആയിരുന്നില്ല, സിവിയർ അറ്റാക്ക്. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഏത് ഏരിയയിൽ നീ അഹങ്കരിക്കുന്നോ അതേ ഏരിയയിൽ സഹനം വന്നിരിക്കും. അതുകൊണ്ടാണ് അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്നത്, കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ വെച്ച് ഒരു സമയത്ത് പാപം ചെയ്തിട്ടുണ്ടോ? എനിക്കിത് മതി, 2 പിള്ളേർ മതി, 3ാമതൊന്നും ഞാൻ വേണ്ട. ദൈവം തന്നില്ലെങ്കിൽ വേണ്ടാത്ത കാര്യം. പക്ഷേ അതിലൊരു പാപം വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സിന്നാണോ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് സഫറിങ്, അതേ ഏരിയയിൽ പീഡനം കിട്ടും. എക്സിസ്റ്റിംഗ് ചിൽഡ്രൻ വിൽ കണ്ടിന്യൂ ഗിവിങ് യു ട്രബിൾ അൺലെസ് ആൻഡ് അണ്ടിൽ യു റിപ്പൻ സഫിഷ്യൻ്റ്ലി ആൻഡ് ഡു റെപ്പറേഷൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഓവർ അറ്റാച്ച്മെൻറ്റ്, കുഞ്ഞുങ്ങളിൽ സന്തോഷിച്ചിരിക്കുക. ഇന്നേക്ക് 1-2 ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഓവർ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. 5-6 ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ അതിൻ്റെ അകത്ത് കിടന്ന് സന്തോഷിക്കുകയില്ല. ഇന്ന് 1-2 ഉള്ളത് കൊണ്ട് ഓവർ വറി അറ്റാച്ച്മെൻറ്റ്. 2 വയസ്സാകുമ്പോഴത്തേക്കും ചിന്ത തുടങ്ങി, ഇവന് എവിടെ കൊണ്ട് എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര സാധനമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പുള്ളിക്കാരൻ, അവൻ മെയ്തേയാണ്, ഹിന്ദു പോലെ. ആ പുള്ളി എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് 2 വർഷമായിട്ട് ഓർത്തുണ്ട്. ആ കൊച്ചി 2 വയസ്സായപ്പോൾ മുതൽ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ, എന്നെ അറിയുന്ന ഒരു മനുഷ്യനാണ്. അവൾ പറയും, അച്ഛൻ എങ്ങനെയും എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താണ്, എൻ്റെ കൊച്ചിന് അവിടെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ആശുപത്രി, അല്ല ഒരു സ്കൂളുണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്ന, വളരെ ഫേമസാണ്. അവിടെ ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 3000 പേരാണ് വരുന്നത്. അവിടെ ഒരു 60 അഡ്മിഷൻ LKGയിൽ എടുക്കുന്നുണ്ടെങ്കിൽ 3000 അഡ്മിഷൻ വരുന്നത്. അതിൻ്റെ അകത്തു നിന്നാണ് ഈ 60 പേരെ എടുക്കുന്നത്. അവിടെ ഒരു കിട്ടുക എന്ന് പറഞ്ഞാൽ ഹൈ സംഭവമാണ്. അതുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് മിക്കവാറും വന്ന് ത്രട്ടം ചെയ്ത് അവിടുന്ന് 5-8 സീറ്റ് മേടിച്ചുകൊണ്ട് പോകും. അത് അവർ വിൽക്കുന്നത് 4 ലക്ഷം 5 ലക്ഷത്തിനാണ് ഒരു സീറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഒരു സീറ്റ് അവിടെ സ്റ്റേജിൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് തോക്കി ചൂണ്ടി ഇത്ര സീറ്റ് വേണമെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ വഴിയില്ല, അങ്ങനെ കൊടുക്കും. എന്നിട്ട് അത് പോയിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ. ഇവൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, ഫാദർ പ്ലീസ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവന് കൊച്ചി 2 വയസ്സായേ ഉള്ളൂ, അവന് 4 വയസ്സാകുമ്പോൾ അവിടെ ഒരു അഡ്മിഷൻ കിട്ടണം. അതിനു വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ചിന്ത ഇതാണ്. 1-2 പിള്ളേരുള്ളപ്പോൾ ഉള്ള ആങ്സൈറ്റി, വറി, ടെൻഷൻ ഇതാണ്. എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടും, അതൊക്കെയാണ് കാര്യം. ഇതിനെക്കുറിച്ചാണ് ചിന്ത. അപ്പോൾ ഇങ്ങനെ 1-2 കുഞ്ഞുങ്ങൾ മാത്രം ഉള്ളപ്പോൾ നമുക്കൊരു ട്രാപ്പിൽ പെട്ടുപോകും. ആ കൊച്ചിനെ നമ്മൾ ഓവറായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നീട് വരാൻ പോകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പൂർത്തിയാവുക തന്നെ ചെയ്യും. ഇൻസ്ട്രുമെൻ്റ് ഓഫ് സിൻ വിൽ ബിക്കം ഇൻസ്ട്രുമെൻ്റ് ഓഫ് പണിഷ്മെൻറ്റ്. അതേ കുഞ്ഞിലൂടെ പീഡനം കിട്ടിത്തുടങ്ങും. അതാണ് കാര്യം. പലർക്കും അത് മനസ്സിലാകത്തില്ല. കാരണം നമ്മുടെ സമാധാനമൊക്കെ ആ കൊച്ചിൻ്റെ പഠനമാണ്, അല്ലെങ്കിൽ അവന് നല്ലൊരു പഠിത്തമാണ് നമുക്ക് നമ്മുടെ സമാധാനം എന്ന് വിശ്വസിച്ച് നമ്മളിരിക്കുക. ജ്ഞാനമില്ലാത്ത പെരുമാറ്റമാണ് അതുകൊണ്ട് വിട്ടു പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഡെലിവറൻസ് ഡിപ്പെൻസ് ഓൺ പീസ്, ഹീലിംഗ് ഡിപ്പെൻസ് ഓൺ പീസ്. 14:30 പ്രോവർബ് എന്ന് വായിക്കാമോ? 14:30 പ്രോവർബ് ചാപ്റ്റർ 14 വേഴ്സ് 30. 14:30.
ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത്, പീസ് ഓഫ് മൈൻഡ് ബ്രിങ്സ് ഹീലിംഗ് ടു ദ ബോഡി. പറഞ്ഞേ ഹല്ലേലൂയ. മലയാളത്തിൽ എങ്ങനെയാണ്? ഓക്കെ. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പ്രശാന്തമായ മനസ്സ് പറഞ്ഞേ ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, പീസ് ഓഫ് മൈൻഡ് ബ്രിങ്സ് ഹീലിംഗ് ടു ദ बॉडी, मन की शांति शरीर को स्वास्थ्य प्रदान करती है. സമാധാനമാണ് സൗഖ്യം കൊണ്ടുവരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ സിക്നസ് വന്ന് വർദ്ധിക്കും. പീസ് ഓഫ് മൈൻഡ് പോയി കഴിഞ്ഞാൽ ആങ്സൈറ്റി, വറി, ടെൻഷൻ, ഫിയർ, ഇതെല്ലാം പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പാപമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ടെന്ന് ഓതി 366 തവണ ഓതി ബൈബിളിലുണ്ട്. എത്രയോ തവണ പറഞ്ഞു, നിങ്ങൾ ഡു നോട്ട് ബി ആങ്ഷ്യസ് ആകരുത്, ആകുലചിത്തരാകരുത്. നാളെക്കുറിച്ച് ആകുലചിത്തരായി, ശരീരത്തെക്കുറിച്ച് ആകുലചിത്തരാകരുത്, ഭക്ഷണത്തെക്കുറിച്ച് ആകുലചിത്തരാകരുത്, വസ്ത്രത്തെക്കുറിച്ച് ആകുലചിത്തരാകരുത്. നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം ഇതെല്ലാം. നീ ഉണ്ടാകുന്നതിന് മുമ്പേ നിന്നെ അറിയുന്നതാണ്. അവൻ അറിയാത്തത് എന്താണുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്തിന് ആകുലചിത്തരാകുന്നു? അപ്പോൾ ആകുലചിത്തരാകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ചും ആകുലചിത്തരാകരുത്. കുഞ്ഞുങ്ങൾ കർത്താവിൻ്റേതാണ്, നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം എന്ന് വചനം പറയുന്നുണ്ട്. അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചു തന്നു കുറച്ച് നാളത്തേക്ക്. അതാണ് സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന പോലെ, സ്റ്റെപ്പ് മദർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുള്ളൂ. ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. നത്തിങ് ഈസ് അവേഴ്സ്, എവറിത്തിങ് ബിലോങ്സ് ടു ദ ലോഡ്. ഒന്നും നമ്മുടേതല്ല. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം അവിടുത്തേതാണ്, സമസ്തം അവിടുത്തേത്. വെൻ ഓൾ തിങ്സ് ആർ ഹിസ്, ഹൗ ക്യാൻ യു ബിഹേവ് ആസ് ഇഫ് എവറിത്തിങ് ഈസ് യുവേഴ്സ്? ഓ മാൻ, എല്ലാം അവിടുത്തേതായിരിക്കെ, ദാനമായി നിങ്ങൾക്ക് നൽകിയിരിക്കെ. ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കുന്നു? എൻ്റേതാണെന്ന് വിചാരിക്കരുത്, ഞങ്ങളുടേതാണെന്ന് വിചാരിക്കരുത്, എല്ലാം അവിടുത്തേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ മാത്രമേ സന്തോഷിക്കാവൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ സമാധാനത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കണം. സമാധാനം, സ്ട്രൈവ് ഫോർ പീസ്, അതിൽ നിന്നാണ് ഹോളിനെസ് വരുന്നത്. 12:14 ഹെബ്രായ ലേഖനം 12:14 വായിക്കാവോ? ഹീബ്രൂസ് 12:14. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സ്ട്രൈവ് ഫോർ പീസ് ആൻഡ് ഹോളിനെസ് വിതൗട്ട് വിച്ച് നോ വൺ വിൽ സീ ഗോഡ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിലാണ് പരിശുദ്ധാത്മാവ്, സമാധാനത്തിൽ ആണ് ഹല്ലേലൂയ. സമാധാനത്തിലാണ് നമുക്ക് സൗഖ്യം, അല്ലെങ്കിൽ ഹോളിനെസ്, വിശുദ്ധിയും ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് 2 വചനങ്ങൾ കാണാതെ പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 വചനങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കണം. അതാണ് ഒന്ന് ഫിലിപ്പിയ ലേഖനം 4:6-7. ഫിലിപ്പിയ ലേഖനം 4:6-7. ഫിലിപ്പിയ ലേഖനം 4:6-7. ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ എങ്ങനെ അറിയിക്കണം? കൃതജ്ഞതാസ്തോത്രങ്ങളോടെ, ത്രൂ താങ്ക്സ് ഗിവിങ്. അതായത് എല്ലാ പ്രാർത്ഥനകളും താങ്ക്സ് ഗിവിങ്ങിലൂടെ മാത്രമേ കൊടുക്കാവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. താങ്ക്സ് ഗിവിങ് ഈസ് ദ എൻജിൻ ദാറ്റ് ക്യാൻ ക്യാരി യുവർ വെസൽ ഓർ യുവർ പ്രേയേഴ്സ് അപ്പ്. എൻജിൻ, ആ മുകളിലേക്ക് വേണമെങ്കിൽ റോക്കറ്റ് വേണം. ആ സാധനം താങ്ക്സ് ഗിവിങ് ആണ്, സ്തുതിപ്പാണ്. താങ്ക്സ് ഗിവിങ് അതിലൂടെ മറ്റ് പ്രാർത്ഥനകളെല്ലാം കൊടുക്കാവുള്ളൂ. അല്ലാതെ ചുമ്മാ എപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കരുത്. നന്ദി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, താങ്ക്സ് ഗിവിങ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അടുത്തത്, എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു വായിക്കുന്ന ഒച്ച കേട്ട ആരാണ്?
ആരത്? ആ കുഞ്ഞിന് മലയാളം വായിക്കാൻ അറിയാമോ? വെരി ഗുഡ്. ഉണ്ടെങ്കിൽ നിൻ്റെ പേരെന്നടി? ഏൻ മരിയ. വെരി ഗുഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആരാണ് കാക്കുന്നത്? സമാധാനം. ഈ സമാധാനം കാക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പ്രാർത്ഥിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ആകുലചിത്തരാകരുത്. എല്ലാ സമയത്തും കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. താങ്ക്സ് ഗിവിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിങ്. അതാണ്. അപ്പോൾ നിൻ്റെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം വന്ന് ഭരിക്കും. ഇതാണ് ദൈവരാജ്യം നിങ്ങളുടെ ഹൃദയത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം കാണാതെ പഠിച്ചോണം. ഏതാണ്? 4:6-7 ഫിലിപ്പിയ ലേഖനം 4:6-7 ഇന്ന് കാണാതെ പഠിച്ചോണം. ഇതാണ് ഹോംവർക്ക് തരുന്നത്. 4:6-7 ഇന്ന് കാണാതെ പഠിക്കണം. സാധിക്കുന്നവരെല്ലാം കാണാതെ പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് കൊളോസ്യ ലേഖനം 3:15. കൊളോസ്യ ലേഖനം 3:15 വായിച്ചു. കൊളോസ്യ ലേഖനം 3:15. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഏക ശരീരമായി വിളിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണ്. എന്തിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്? ഈ സമാധാനത്തിനാണ്. എന്തിനാണ് നമ്മളെ ഒരു ശരീരമായിട്ട്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായിട്ട് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഈ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത് കൃതജ്ഞതാ നിർഭരരായിരിക്കണം. ബി താങ്ക്ഫുൾ. എപ്പോഴും എന്ത് ചെയ്യണം? താങ്ക്സ് ഗിവിങ്. കംപ്ലൈൻറ്റ് പറയരുത്, നെഗറ്റീവ് വാക്ക് പറയരുത്, നിരാശയുടെ വാക്ക് പറയരുത്, ഭയത്തിൻ്റെ വാക്ക് പറയരുത്. താങ്ക്സ് ഗിവിങ് ആണ് ഉചിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് വിളി. എന്ത്? സമാധാനം ഭരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്തവണ LSS ചെയ്തവരെല്ലാം ഓർത്തോണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. LSS ചെയ്തവർ പ്രത്യേകം ഒന്ന് എഴുന്നേറ്റോ. ഇത്തവണ ആരെങ്കിലും LSS ചെയ്തവരുണ്ടോ? ആരാ ഉള്ളത്? ലൈഫ് ഇൻ സ്പിരിറ്റ് ചെയ്തവരാരെങ്കിലും ഇക്കൂടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നോ. ലൈഫ് ഇൻ സ്പിരിറ്റ് ചെയ്തവരെല്ലാം എഴുന്നേറ്റോ. അച്ഛൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? കയറി വരിക. LSS ചെയ്തവരെല്ലാം കയറി വരിക. മാക്സിമം കയറി വന്നു. ഇങ്ങോട്ടൊക്കെ വന്നു. ഈ സൈഡിലേക്കും എല്ലാണ്ട് വന്നു. അച്ഛൻ പ്രാർത്ഥിക്കുക. ഇങ്ങോട്ട് കയറി വന്നു. ഇങ്ങോട്ട് നോക്കി വന്നു. ക്രിസ്തുവാണ് പ്രകാശം. പ്രകാശത്തിലേക്ക് വരിക. ചേർന്ന് നിന്നോളുക. കയറി വരിക. മുന്നോട്ട് കയറി പോരെ. ഇച്ചിടെ കയറി വന്നു. ചേർന്ന് നിന്നു. എന്താണ് നമ്മൾ സ്വീകരിച്ചത് എന്നറിയാമോ? നമ്മളുടെ വിശ്വാസം എന്താണ്? ക്രിസ്തു നമ്മളുടെ സമാധാനമാണ്. ഇതിനാണ് ഏക ശരീരമായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ്? സാക്ഷ്യം വഹിക്കണം. എന്താണ്? അവൻ്റെ സമാധാനത്തിൻ്റെ സാക്ഷികളാണ്. പീസ് ഐ ഗിവ് ടു യു. പിതാവ് നമ്മൾക്ക് നൽകിയത് സമാധാനമാണ്. പുത്രനെ നമുക്ക് നൽകി. ആ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ പിതാവുമായിട്ട് നമ്മളെ അനുരഞ്ജനപ്പെടുത്തി. സമാധാനത്തിൻ്റെ വലിയ ഫ്രൂട്ട്, അല്ലെങ്കിൽ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ പെട്ടതാണ് സമാധാനം. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. സമാധാനത്തിൻ്റെ ഫലം അതാണ് നിലനിൽക്കുന്ന ഫലം. കാരണം ദൈവരാജ്യമാണത്. ഇതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കണം. എന്ത് വലിയ ഉത്തരവാദിത്വമാണെന്നറിയാം. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ സാക്ഷികളാകണം. ലോകമെമ്പാടും എവിടെയായിരുന്നാലും ഏത് ദേശത്താലും സാക്ഷികളാണ്. ആ സാക്ഷി എന്താണ്?
പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം, കാറ്റും കൊടുങ്കാറ്റും കാറ്റും കോളും എല്ലാം ഉണ്ടാകാം, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാം, ആരെങ്കിലും രോഗികളാകട്ടെ, പെട്ടെന്ന് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അപകടം വന്നെന്നിരിക്കട്ടെ, എൻ്റെ സമാധാനം പോകില്ല. നമ്മളിങ്ങനെ അചഞ്ചലരാണ് ക്രിസ്തുവിൽ. കാരണം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. ഇത് ജനത്തെ കാണിക്കണം, ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. പ്രതിസന്ധികളുടെ നടുക്ക് എൻ്റെ സമാധാനം ക്രിസ്തുവാണ് എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിക്കുക. ഇതാണ് ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുക. ഇങ്ങനെ ഈ ക്രിസ്തു ഉള്ളിലുള്ളവർ, സമാധാനം ഉള്ളിലുള്ളവർ എവിടെ പോയാലും മറ്റുള്ളവർക്ക് സമാധാനം കിട്ടും. വാട്ട് യു ഡു നോട്ട് ഹാവ് യു കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. വാട്ട് യു ഹാവ് യു വിൽ കമ്മ്യൂണിക്കേറ്റ്. വാട്ട് ഈസ് വിത്ത് യു യു വിൽ കമ്മ്യൂണിക്കേറ്റ്. വാട്ട് ഈസ് വിത്ത് യു വിൽ കം ഔട്ട് വെൻ സമ്മൺ സ്ക്വീസസ് യു. അച്ഛൻ ഇന്ന് രാവിലെ സെഷനിൽ പറയുമായിരുന്നു, ഒരു സ്പോഞ്ച് ഞെക്കിക്കഴിഞ്ഞാൽ സ്പോഞ്ചിനുള്ളിൽ ചീത്ത വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ ഡേർട്ടി വാട്ടർ ആണെങ്കിൽ അത് പുറത്ത് വരും, നല്ല വാട്ടർ ആണെങ്കിൽ അത് പുറത്ത് വരും. നിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ ആര് നിന്നെ ഞെരുക്കിയാലും, ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ പുറത്ത് വരുള്ളൂ, സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ. ലോകം നിങ്ങളെ ഞെരുക്കും, ജീവിത ദുഃഖം നമ്മളെ ഞെരുക്കും, രോഗം നമ്മളെ ഞെരുക്കും, പീഡ നമ്മളെ ഞെരുക്കും. വചനം പറയുവാണ്, എനിവൺ ഹു വാണ്ട്സ് ടു ലീവ് എ ഗോഡ്ലി ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിൽ ബി പെർസിക്യൂട്ടഡ്. യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അങ്ങനെ ആ പീഡ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? യു ഷുഡ് റിജോയ്സ്. നമ്മുടെ സമാധാനം പോയിട്ടില്ല, അതാണ് കാര്യം. ഇതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഇതിനെന്താണ് പറയുന്നത്? എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പീസ്ഫുൾ ജോയ്ഫുൾ സഫറിങ്. പ്രതിസന്ധികളുടെ നടുക്ക് പതറാതെ നിൽക്കുക. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സമാധാനം ക്രിസ്തുവാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതാണ് എൻഡ്യൂറൻസ്. ഇങ്ങനെ എൻഡ്യൂറൻസ് ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അവരിലൂടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? അതാണ് ലൂക്ക 21:19. ബൈ യുവർ എൻഡ്യൂറൻസ് യു വിൽ സേവ് സോൾസ്. ഈ എൻഡ്യൂറൻസ് മാത്രം മതി ആത്മാക്കളെ രക്ഷിക്കാൻ. ഈ എൻഡ്യൂറൻസ് ഇല്ലാതെ എത്ര പ്രാർത്ഥനയുണ്ടെങ്കിലും ആത്മാക്കൾ രക്ഷിക്കപ്പെടില്ല. ഈ എൻഡ്യൂറൻസ് ഇല്ലാതെ നീ എത്ര നൊവേന ചൊല്ലിയാലും ഒരാത്മാവിനെ പോലും രക്ഷിക്കത്തില്ല. ഈ എൻഡ്യൂറൻസ് ഇല്ലാതെ നീ എന്തോരം പൈസ ആർക്ക് കൊടുത്താലും ആത്മാവിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ രക്ഷിക്കണം ഇത് മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ് തിങ്, ദാറ്റ് ഇസ് എൻഡ്യൂറൻസ്. അതാണ് പീസ് നഷ്ടപ്പെടാത്ത അവസ്ഥ. ഇതാണ് ദൈവരാജ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമതായി ഇത് അന്വേഷിക്കണം. ഇതില്ലാതെ നീ എത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നാവിന് നിയന്ത്രണമില്ലാത്ത ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്ത് ചുമ്മാ പെറുപിറുക്കുന്നു. സമാധാനത്തിൻ്റെ വാക്കല്ല പറയുന്നത്. അസമാധാനത്തിൻ്റെയും അസന്തോഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും പെറുപിറുത്തലിൻ്റെയും പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും വാക്കുകൾ പറയുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും പൊട്ടിത്തെറിയുക, ദേഷ്യപ്പെടുക. ഇവർക്ക് എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും? നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? വാട്ട് ഈസ് വിത്ത് യു? ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്തു വരുന്നത്. ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് അധര സംസാരിക്കും. ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എത്ര ഞെക്കിക്കഴിഞ്ഞാലും അതേ പുറത്തു വരത്തുള്ളൂ. അതാണ്. ഈശോനെ നോക്കിക്കേ, നമ്മളങ്ങനെ ഞെരുക്കിയില്ലേ അവനെ, കുരിശി തറച്ചില്ലേ അവനെ, അവൻ്റെ തുണി ഉരിഞ്ഞു കളഞ്ഞില്ലേ, അവൻ്റെ മുഖത്ത് തുപ്പിയില്ലേ, അവനെ പീഡിപ്പിക്കാവുന്നിടത്തോളം നമ്മൾ ഞെക്കി പീഡിപ്പിച്ചില്ലേ. അപ്പോൾ എന്താ പുറത്ത് വന്നേ? പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. സമാധാനത്തിൻ്റെ വാക്കല്ലേ വന്നേ, ക്ഷമയുടെ വാക്കല്ലേ വന്നേ. ഇതാണ് ക്രിസ്തു. ഇതായിത്തീരാനാണ് നമ്മളുടെ വിളി. ഇതിൽ കുറഞ്ഞൊന്നും വേണ്ട, ഇത് കൂടിയതും ഒന്നും വേണ്ട. ഇതിനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമാധാന ഹൃദയത്തെ ഭരിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അറിയുന്നത് ആരാണ് ഭരിക്കുന്നതെന്ന്. ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് നമ്മൾ ഭയങ്കര പീസ്ഫുള്ളൊക്കെ ആയിട്ടിരിക്കുന്നു. അതൊക്കെ നക്കലിയാണ്, അതൊക്കെ ഫേക്കാണ്. ഉള്ളിലുള്ളത് കൃത്യമായിട്ട് എന്താണെന്ന് അറിയുന്നത് ഞെക്കുമ്പോഴാണ് അറിയുന്നത്, സ്ക്വീസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെർസിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോഴാണ് അറിയുന്നത് ഉള്ളിലുള്ള സാധനം എന്താണെന്ന്. ഒരു ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അറിയുന്നത്, പ്രതിസന്ധി വരുമ്പോഴാണ് അറിയുന്നത് ഉള്ളിൽ എന്താണുള്ളതെന്ന്. അതുകൊണ്ടത് വന്നിരിക്കും. ഈശോ പറയുകയാണ്, എന്നെ അവർ ബേൽസെബൂൽ അവർ വിളിച്ചു, അതായത് പിശാചുക്കളുടെ തലവനെന്ന് എന്നെ വിളിച്ചു. അപ്പം നിങ്ങളെ വിളിക്കാതിരിക്കുമോ? യജമാനേക്കാൾ വലിയ ശിഷ്യനുണ്ടോ? നിങ്ങളവർ വിളിക്കും, നെയിംസ് വിളിക്കും, അവർ പലതും വിളിക്കും, കുറ്റം ആരോപിക്കും, തെറ്റിദ്ധരിക്കും, ഉണ്ടാകും, ഇല്ലെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത്
ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പീക്ക്. നീയല്ല സംസാരിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ആ സമയത്ത് ധാർഷ്ട്യം സംസാരിക്കരുത്, അഹങ്കാരം സംസാരിക്കരുത്, അസൂയ സംസാരിക്കരുത്, ഞാനെന്ന ഭാവം ആ സമയത്ത് സംസാരിക്കരുത്, കോപമല്ല ആ സമയത്ത് സംസാരിക്കേണ്ടത്, ഈശോ സംസാരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൃപ. ആ കൃപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ തേടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർ പുറത്ത് നിൽക്കുന്നവർ, പുറകിലിരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഇവിടെ ഇന്ന് LSS കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ്. ആ സമയത്ത് നിങ്ങൾ ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെക്കണം, മുന്നേ നിൽക്കുന്നവർ. അപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് ചില സ്ഥലം മാറി മാറി തരണം. ഞങ്ങളന്ന് തലവെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം മുന്നോട്ട് കയറി നിൽക്കണം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് കയറി നിൽക്കണം. അതുവരെ ബാക്കി അത് കഴിയുമ്പോൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ പുറകിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ? കരങ്ങൾ ഉയർത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള പാട്ട് നിങ്ങൾക്ക് തേടി പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പാടുന്നു, അത് ടീം കൊയർ പാടുന്ന സമയത്ത് നിങ്ങൾ സ്തുതിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ ആരും പാടണ്ട, കൊയർ മാത്രം പാടിക്കോളും. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ഒന്നിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം. മുന്നിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ഐക്യപ്പെടുവാണ്. ദിസ് എ കമ്മീഷനിങ്. ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അയക്കുവാണ്. എന്തിനു വേണ്ടിയാണ് അയക്കുന്നതെന്ന് അറിയാമല്ലോ. സമാധാനത്തിൻ്റെ ദൂതുമായിട്ട് പോകണം. സമാധാനത്തിൻ്റെ വാഹകരായിട്ട് കുടുംബത്തിലേക്ക് വിടുവാണ്. ത്രൂ യു പീസ് വിൽ ബി ഇൻസ്റ്റോൾഡ്, പീസ് വിൽ റൂൾ മെനി ഹാർട്ട്സ്. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ സമാധാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാവരും തേടി പ്രാർത്ഥിച്ചോളുക. ഈ മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്തുതി 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 സ്തുതി. എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്തിൽ ആശീർവദിക്കുന്നു. ഈശോ മാത്രം വന്ന് നിറയട്ടെ. അത്ഭുതകരമായ ഇടപെടലുണ്ടാകട്ടെ. എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് ഡിവൈൻ, anything against peace, anything against joy, be away. In Jesus' mighty name, I bless you. Hallelujah. Power of God. Touch. In Jesus' most precious name. Receive grace. Receive power. Studi, studi, studi. In Jesus' most precious name. Hallelujah. Power of God. In Jesus' most precious name.
ഈശോ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ